നടന്നത് എന്ന് കാണുന്നതിലും വലിയ സന്തോഷം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്കറിയാം വളരെ പ്രഗത്ഭനായ ഒരു ട്രെയിനർ ആണ്. ട്രെയിനർ എന്നുള്ള നിലയിലല്ല, നമ്മുടെ മെന്റർ എന്നുള്ള നിലയിലും. ഇപ്പൊ തന്നെ JCI ഇന്ത്യ സോൺ 20യിലും അതിന് പുറത്തുമൊക്കെ അദ്ദേഹത്തിന് മാനേജ്മെന്റ് ഗുരു എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോ സംശയമില്ലാതെ തന്നെ പറയാം, നമ്മുടെ മാനേജ്മെന്റ് ഗുരു കൂടിയായിട്ടുള്ള സാംസൺ സാറിന്റെ സെഷനു വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ഇവിടെ ബാക്കി വെച്ചു പോയ, വൈകിച്ചു പോയ ഒരു ചടങ്ങ്, ഒരു കടമ, അത് ഞാൻ പറഞ്ഞ JCI ക്രീഡിന്റെ ഇൻവോക്കേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഇന്ന് പ്രിയപ്പെട്ട ചെയർമാൻ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യം. അത് ഞാൻ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിങ്ങൾ മത്സരിച്ച് പങ്കെടുത്ത JCI ക്രീഡിന്റെ ഇൻവോക്കേഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് 1, 2, 3 കാറ്റഗറി, 3 പൊസിഷൻസ് ആണ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന്, 3rd പൊസിഷനിൽ വന്ന ആളിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു ലോം പ്രസിഡന്റ് ആണ്, ഈ വർഷത്തെ ഒരു കറന്റ് ലോം പ്രസിഡന്റ് ആണ് അദ്ദേഹം. ഒരു പക്ഷേ നിങ്ങൾക്കറിയാവോ? കാണുമ്പോ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാമെങ്കിൽ ഒന്ന് നോക്കൂ. 1 സെക്കൻഡ്. ഇത് PPT ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് വളരെ സോ 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് നിറഞ്ഞ കയ്യടിയോട് കൂടി നമുക്ക് അംഗീകരിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഓഫ് JCI കൊച്ചിൻ മെട്രോ, JC ശിവാനി മേനോൻ. അപ്പോ ശിവാനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി 2ാം പൊസിഷനിലേക്ക്, 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത്, അതും സന്തോഷത്തോടെ പറയട്ടെ, മറ്റൊരു ലോം പ്രസിഡന്റ് ആണ്. അപ്പൊ ഈ ലോം പ്രസിഡന്റുമാർക്ക് മാത്രമാണോ? നമുക്ക് നോക്കാം. 2ാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന ഒരു ലോം പ്രസിഡന്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂ? യെസ്. നമുക്ക് നിറഞ്ഞ കയ്യടി വീണ്ടും കൊടുക്കാം. JC സൂരജ് പൗലോസ്, പ്രസിഡന്റ്. വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് കൂടിയാണ് JCI പെരുമ്പാവൂരിന്റെ പ്രസിഡന്റ് JC സൂരജ് പൗലോസ്. ഇനി നമുക്ക് കാത്തിരിക്കാം ഒരേ ഒരു 1ാം സ്ഥാനത്തിന് വേണ്ടി. അതും വളരെ മികച്ച രീതിയിൽ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ അർത്ഥം ചോർന്നു പോകാത്ത രീതിയിൽ നമ്മളുടെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റൊരു എമിനന്റ് ആയിട്ടുള്ള, വീണ്ടും ഞാൻ പറയട്ടെ, അനദർ പ്രസിഡന്റ്. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ അടുത്ത പ്രസിഡന്റ്, 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന അടുത്ത പ്രസിഡന്റിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. യെസ്, JC ബിബു കെ ബാബു, പ്രസിഡന്റ് കോതമംഗലം എഡ്യൂസിറ്റി. ബിബു. 3 പേർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ബിബുവിനും സൂരജിനും ശിവാനിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ. പ്രസിഡന്റുമാർ ആയാൽ മാത്രമല്ല ഈ പറഞ്ഞ അവാർഡൊക്കെ കിട്ടുക. ഇവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞത്, പ്രസിഡന്റുമാരായിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോഴാണ് ശരിക്കും JCI ക്രീഡ് പഠിക്കുന്നത്. അത്ര പറഞ്ഞു പഠിക്കും പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രസിഡന്റുമാരാകാത്തവർ ഇനി അതിനുള്ള അവസരം അടുത്ത വർഷങ്ങളിൽ എടുക്കട്ടെ. ലീഡിന്റെ ലീഡർഷിപ്പിന്റെ പടവുകൾ കയറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നിൽ അർപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. Floor is handed over back to chairman. Thank you. Thank you, dear Zone President, for your wonderful presentation and address. So now, a pleasant task. I request our participant also, our zone governing member, JC Arjun K. Nair, for a pleasant task. Arjun, unmute here. Yes, sir. Hi, everyone. A very good morning to you all. It's my pleasure to introduce before you this wonderful personality
who is going to be the trainer for today's much awaited session. He was the Dean of Academics for 4 years at MIIM, Associate Professor and Head of Marketing, Marketing area with Bharat Mara Institute of Management, Kochi, and was the Associate Professor with MBA Department of Adi Shankara Institute of Engineering and Technology, Kalari. Currently holds the position as the Dean of Research and Corporate Affairs at Marian International Institute of Management since 2017. This international trainer has more than 15 years of training experience and has conducted more than 1,500 training programs among youth and other various organizations, and is the most sought after trainer in the field of management, who is also known as the management guru. He was the zone president of JCI India Zone 20 for the year 2009 and is one of the most important person of our zone and JCI India as well. He may seem as a silent person, but he's never hesitant to raise his sound, to make a point, and always makes sure that his words are louder than his voice. Ladies and gentlemen, let me present before you JCI Senator, Professor Samson Thomas. Hearty welcome to you, sir. Thank you all. So wonderfully introduced. Thank you, dear Arjun, for your wonderful introduction. Thank you. So, നമുക്ക് എല്ലാവർക്കും അറിയാം, time and distance no bar as far as JC activities are concerned for our dear Samson sir. എല്ലാവർക്കും അറിയാവുന്നതാണ്, സമയവും അതുപോലെ തന്നെ ദൂരവും JC ആക്ടിവിറ്റീസിനൊരു തടസ്സമല്ലാതെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട സാംസൺ സാറിന് വേണ്ടി ഈ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സാംസൺ സാർ, ഓൺ ടു യു. ഓക്കെ ഓക്കെ, സാംസൺ സാർ. Samson sir, good morning. Yeah, Sir, thank you. Samson sir, Gigi ആണ്. Yes, good morning. Co-host ആയിട്ട് ഞാൻ സംസാർ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. And I am going for screen recording. Is it okay? Okay. Record ചെയ്യല്ലോ അല്ലേ? I think it is recording. Yeah, it's already recording. Yes. Screen record ചെയ്യണം കേട്ടോ. Okay. Right. Okay. You are okay. That's up to you, sir. If it is relevant to the training as well as the audience, I don't mind. Okay. Very good. So thank you, most respected chairman of this meeting, K.M. Kuriakose sir, our beloved zone president Salu sir, other mentors, our gurus, and like Dr. Elias, Gigi sir, John is there, John Paul is there, Dr. Harish is there, and very senior JC and one of the pioneers in lead. Tommy Chatterton is there. A lot of people. Stambole Alkar and Jayanti as one of the mentors there. Reggie is there, I think. So there are a lot of people, respected people are here. എല്ലാവർക്കും വന്ദനം. ഈ പരിശീലന പരിപാടി കഴിഞ്ഞ ഒരാഴ്ച മുൻപ് അവിടെ വെച്ചിരുന്നത്. ഞാൻ അന്ന് കുട്ടിക്കാനം മരീൻ കോളേജിൽ സ്റ്റേ ചെയ്തു. Just I would like to complete the program. So for that 2 days, and I think the power went off, and unfortunately, what happened is UPS down. Normally 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കിട്ടുന്ന UPS, it was down. So that's why we couldn't conduct the program. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്ത് ഒരു സൺഡേ തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ട്രെയിനിങ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ കാണില്ല. കാരണം ഇത് ട്രെയിനിങ്ങിൽ എടുക്കുന്ന ആൾക്കാർ ബാലപാഠങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒന്ന് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, ഹ്യൂമൻ റിലേഷൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ സ്ഥിരം നമ്മൾ എല്ലാ ട്രെയിനേഴ്സും എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ട്രെയിനിങ്ങിൽ തുടങ്ങുമ്പോൾ തന്നെ I became a zone trainer at the age of 28. അപ്പോൾ ആ ഒരു സമയം മുതൽ നമ്മൾ ആദ്യം എടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് കമ്മ്യൂണിക്കേഷൻ. അത് വീണ്ടും വളരെ ഏറെ നാളുകൾക്ക് ശേഷം, മേ ബി ആഫ്റ്റർ സം 22 years അഗെയിൻ, ഇപ്പൊ ഈയിടെ എങ്ങും ഞാൻ എടുക്കാറില്ലാത്ത ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്. ബട്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദിസ് ഫോറം who gave me such a wonderful topic. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, and a powerful topic also. വളരെ പവർഫുൾ ആയ ടോപ്പിക്കാണ്. I must tell you, what is the most valuable quality which is required for a leader? It is effective communication. ഒരു ലീഡർക്ക്, ഒരു നല്ല ലീഡർക്ക് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് സ്പീക്കിംഗ്, കോൺവെർസേഷൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, നല്ല രീതിയിൽ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഫോർ ഓർഗനൈസിങ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഫോർ കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഫോർ ഇംപ്ലിമെന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ഫോർ പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ ഈസ് എവറിവെയർ. എവിടെയും എന്തിനും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. And I'm going to share a PowerPoint also. ഞാൻ പറയുന്ന കാര്യങ്ങൾ അധികം തെറ്റ്. So my dear friends, your communication is only as good as the message received. നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നൊന്നും ഒരു കാര്യമില്ല. മറുഭാഗത്ത് ഒരു റിസീവർ എന്നുള്ള രീതിയിൽ അയാൾ എന്ത് സ്വീകരിച്ചോ, അയാൾക്ക് എന്ത് കിട്ടി, അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. So whatever you tell, whatever you communicate, that is immaterial. എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഉപരിയായിട്ട് ഞാൻ പറയുന്നത്, see, the most important thing is what is the message received by the other person. മറ്റൊരാൾക്ക് എന്ത് മെസ്സേജ് കിട്ടി. നമ്മൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും. അത് ആംഗ്യ വിക്ഷേപങ്ങളിലൂടെ ആയിക്കോട്ടെ, ഗസ്റ്റ് പോസ്റ്റർ എന്തും ആയിക്കോട്ടെ, വേർഡ്സിലൂടെ ആയിക്കോട്ടെ, എന്തും ആയാലും കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് ദ മെസ്സേജ് റിസീവ്ഡ്. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ആലോചിക്കണം. അത് മറുഭാഗത്ത് എന്ത് കിട്ടി, അതായത് നമ്മുടെ മുൻപിൽ നിന്ന് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ എടുക്കുക. ഒന്ന്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്. അത് ഞാൻ വളരെ ബ്രിസ്ക് ആയിട്ട് പോകും. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതും ഞാൻ വളരെ വേഗതയിൽ പോകും. കാരണം ഈ 2 കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവരും കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കില്ല. മൂന്നാമതാണ് ഞാൻ പറയുന്നത് ഒരു 15 ടിപ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ദ 4th വൺ, ഡിജിറ്റൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മൾ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മെയിൽ വഴിയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആൾക്കാരെ ഇപ്പോൾ ഫോൺ ചെയ്യുന്നത് തന്നെ ആസ് പെർ ദ ലേറ്റസ്റ്റ് സർവേ, ഒരു സർവേ അനുസരിച്ച് ഫോൺ ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു. പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് സെൻഡിങ് വോയിസ് മെസ്സേജസ്. വോയിസ് മെസ്സേജുകളുടെ കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ടൈപ്പിംഗ് ഇൻ സംതിങ്, എഴുതുന്നതിലും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ വോയിസ് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്യുന്നത് നോർമലി. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം, വെദർ ദ അതർ പേഴ്സൺ ഈസ് എൻഗേജ്ഡ് ഓർ നോട്ട്. ഏതായാലും നമ്മൾ തിരിച്ചപ്പോൾ അയാൾ ബിസി ആകാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ അജണ്ടയിൽ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പ്രധാനപ്പെട്ട പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇത് എന്താണെന്നുള്ളവർ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ദ വെരി ബേസിക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദിസ്. തീർച്ചയായിട്ടും ഏതൊരു കമ്മ്യൂണിക്കേഷനും ഒരു സെൻഡർ കാണും. ഹി വിൽ എൻകോഡ് ദ മെസ്സേജ്. ഏത് മെസ്സേജ് ആണോ അയക്കേണ്ടത്, ആ മെസ്സേജ് ഏതെങ്കിലും ഒരു കോഡിംഗ്, അതേത് ചിലപ്പോൾ ചാനലായിരിക്കും, ചിലപ്പോൾ ഭാഷയായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആംഗ്യവിക്ഷേപങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ ജസ്റ്റേഴ്സോ ഒക്കെ എന്തെങ്കിലും ബോഡി ലാംഗ്വേജ് ആയിരിക്കും, എനിത്തിങ്. അപ്പൊ എന്താണ് കാണിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് എൻകോഡ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ഫിറ്റ് ഇൻ ടു എ കോഡിംഗ് ആൻഡ് വിൽ ബി സെൻഡ് ടു ദി റിസീവർ ത്രൂ എ ചാനൽ. അത് ഏത് ചാനൽ വേണമെങ്കിലും, റിട്ടേൺ ചാനലാകാം, ഓറൽ ആകാം, നമ്മുടെ മൊബൈൽ ഫോൺ വഴിയാകാം, ഏത് ചാനൽ വഴി വേണമെങ്കിലും നമുക്ക് അയക്കാം. സോ there is an encoding process, there is a channel and there is a decoding process. അത് തിരിച്ച് റിസീവറുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ റിസീവർ അത് എങ്ങനെ അത് റിസീവ് ചെയ്യുന്നു എന്നുള്ളത് ഡീകോഡിംഗ് അനുസരിച്ചിരിക്കും. നമ്മൾ ചിലപ്പോൾ വി പോലെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആൾക്കാർ 2 ആണെന്ന് വിചാരിക്കും, ചിലർ വിക്ടറി സൈൻ ആണെന്ന് വിചാരിക്കും. So there are a lot of things which are going to happen. Okay, so there you can see coding is very important, and encoding is important and decoding is important as far as the communication is concerned. ഇതിന്റെ ഇടയിൽ പല നോയ്സ് കാണും. മുമ്പേ നമ്മൾ കണ്ടു, കുര്യാക്കോ സാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പലരും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഒച്ച വരുന്നു, പല ആൾക്കാരും ഒച്ച വരുന്നു. അപ്പൊ ഒച്ച വരുമ്പോൾ അതിന്റെ അകത്തൊരു നോയ്സ് ഉണ്ടാകും. സോ അപ്പൊ ആ നോയ്സ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ എനി കമ്മ്യൂണിക്കേഷൻ ഈസ് ഫീഡ്ബാക്ക്. സെൻഡർ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരു റിസീവറുടെ അടുത്തേക്ക് നമ്മൾ ഏത് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് എന്ത് കിട്ടി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് എ ഫീഡ്ബാക്ക്. അപ്പൊ ഈ ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെൻ യു കമ്മ്യൂണിക്കേറ്റ്, വെൻ യു send a message to somebody, feedback is one thing which is quite very pertinent in a communication process. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഞാൻ അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഇരിക്കണമെന്നാണ് പലപ്പോഴും പറയുന്നത്. പല സൈഡിൽ പല സമയം, ഏത് സമയമാണ്, രാത്രിയാണോ പകലാണോ, അല്ലെങ്കിൽ അയാൾ ധൃതിയിൽ നിൽക്കുന്ന കാര്യമാണോ. സോ കമ്മ്യൂണിക്കേഷൻ ഗോസ് മേ ബി inefficient or ineffective when you are communicating in the wrong time. ഒരാൾ മീറ്റിംഗിലേക്ക് കയറാൻ വേണ്ടി ധൃതി വെച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഒരുപക്ഷെ അയാൾ മറന്നുപോയിരിക്കാം. പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്തെന്ന് വരില്ല. മറ്റുള്ള ആൾക്കാരുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലതിനെയും ആശ്രയിച്ചിരിക്കും. other people, when others are there, see, when your communication is there, അതും കൃത്യമായ ദിശയിലായിരിക്കണം നിർബന്ധമില്ല. Too many questions, ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ഒരവസ്ഥ, കമ്മ്യൂണിക്കേഷൻ ശരിയാകുമെന്ന് നിർബന്ധമില്ല. ഡിസ്റ്റൻസ്, ദൂരെ നിൽക്കുന്ന ആൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഡിസ്റ്റൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു വലിയ ബാരിയറാണ്. ഡിസ്കംഫർട്ട് വിത്ത് ദ ടോപ്പിക്, എടുക്കുന്ന ടോപ്പിക്ക്, കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്ക്, സംസാരിക്കുന്ന ടോപ്പിക്ക് ഇത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആശയവിനിമയം കൃത്യമായിട്ട് നടക്കാറില്ല. ഡിസബിലിറ്റി, നമ്മുടെ ഡിസബിലിറ്റി പലപ്പോഴും പല ഡിസബിലിറ്റികൾ ഉണ്ടാകാം. ആശയവിനിമയം ചെയ്യുന്നുള്ള ഡിസബിലിറ്റികൾ പലപ്പോഴും ഉണ്ടാകും. സ്റ്റട്ടറിങ്, സ്റ്റാമറിങ്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാകും. പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാകും. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, തീർച്ചയായിട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൈ ഡിയർ ഫ്രണ്ട്സ്, താല്പര്യം നമുക്കില്ലെങ്കിൽ യുവർ കമ്മ്യൂണിക്കേഷൻ വിൽ ബി അട്ടർ ബോറിംഗ്, ഭയങ്കരമായിട്ടുള്ള ബോറിംഗ് ആയിരിക്കും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് താല്പര്യമുണ്ടോ, ദി എൻത്യൂസിയാസം വിത്ത് വിച്ച് യു ടോക്ക്, ദ വൈബ്രേഷൻ വിത്ത് വിച്ച് യു ടോക്ക്, ദ ഡൈനാമിസം വിത്ത് വിച്ച് യു ടോക്ക്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മൾ സംസാരിക്കുന്ന കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു സംസാരത്തിലെ ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുട്ട് ഡൗൺസ്, പലപ്പോഴും നമ്മളെ പല സമയത്തൊന്നും പല സാഹചര്യങ്ങളിലും വലിച്ച് താഴെ പുട്ട് ഡൗൺ ചെയ്യും. ആൾക്കാർ ചിലപ്പോൾ അടിവെച്ച് തരും. പല മീറ്റിങ്ങുകൾ നമ്മൾ എണീറ്റ് സംസാരിക്കാൻ വരുമ്പോൾ മറുവശത്ത് നമ്മളെ ഇടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പലപ്പോഴും വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി യു ഫീൽ ഡിപ്രസ്ഡ് ആൻഡ് പാനിക്ഡ് ആൻഡ് യു വിൽ ഫീൽ ക്വൈറ്റ് എംബറാസ്ഡ്, ഷോക്ക്ഡ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഷോക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ആശയവിനിമയം പൂർണ്ണതയിൽ വളരെ വ്യക്തമായിട്ടും തീർച്ചയായിട്ടും നടക്കില്ല. ഡിസ്ട്രാക്ഷൻസ്, ഇത് പല സമയത്തും നമുക്ക് എല്ലാ രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഓൾ ഡിസ്ട്രാക്ഷൻസ് വിൽ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ കോസ് ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും നോയിസ് എന്താണെന്നറിയാം, പല രീതിയിലുള്ള ഒച്ച അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കില്ല. ഞാനത് വളരെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് വളരെ കൃത്യമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, അതുകൊണ്ട് മാത്രമാണ്. ആൻഡ് another very important aspect is language. ഏറ്റവും പ്രധാനപ്പെട്ട ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ മറ്റൊന്നുമല്ല, ഭാഷയാണ്. ഒരാൾ ഉപയോഗിക്കുന്ന തമിഴാണ്, വേറൊരാൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ്, ഒരാൾ ഉപയോഗിക്കുന്ന ഫ്രഞ്ചാണ്, ഒരാൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ശൈലി വ്യത്യാസമുണ്ട്. കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ കീഞ്ഞോ എന്ന് പറയും. എവിടെ കീഞ്ഞോ, നമ്മൾ അതിന്റെ അർത്ഥം എടുക്കാൻ നമ്മൾ പോകേണ്ടി വരും. എന്ത് ഈ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തൊരപ്പി എന്ന് ചോദിക്കും. ഇവിടെ അപ്പി എന്ന് പറഞ്ഞാൽ വേറെ അക്ഷരം. നമ്മള് ഈ ഭാഗത്ത് സെൻട്രൽ തിരുവിതാംകൂർ ഭാഗത്ത് വേറൊരു അർത്ഥമാണ് അതിന് തീർച്ചയായിട്ടും ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ കോഴിന്റെ ചാറ് ഏഴിന്റെ വെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. അപ്പൊ സെവനപ്പാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പല ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നോയ്സ്, ടൈം, ഡിസ്ട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ബാരിയർ. കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഫെയിൽ ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് ഫെയിൽ ആയിരിക്കും. ഇതാണ് ഏറ്റവും വലിയ ഗോൾഡൻ റൂൾ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഏറ്റവും ബേസിക്സ്, ഇഫ് ദർ ഈസ് എനി ചാൻസ് ഇറ്റ് വിൽ ഫെയിൽ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ. ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നൊന്നും ഇവിടെ വലിയ വാച്ച് കമ്പനികളൊന്നുമില്ല. നമുക്കുള്ള വാച്ച് കമ്പനി ആകെ HMTയും അതുപോലെയുള്ള ഒരു സൈക്കോടെയൊക്കെ ഒരു വാച്ച് നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് ഞാനിങ്ങനെ പറയണം എന്ന് വിചാരിച്ചു. സുഹൃത്ത് പുറത്തുള്ള ആളാണ്. അപ്പം ഞാൻ സുഹൃത്തിന്റെ വൈഫിനോട് പറഞ്ഞു, എനിക്കൊരു വാച്ച് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. നല്ലൊരു വാച്ച് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. വൈഫ് അടുത്തവണ പോരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, സാംസങ് ഒരു വാച്ച് വാങ്ങിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗസ് ചെയ്യാം, എനിക്ക് കിട്ടിയ ഒരു വാച്ച് ഒരു സാംസങ്ങിന്റെ വാച്ചാണ് കിട്ടിയത്. സാംസങ്ങിന്റെ വാച്ച് തീർച്ചയായിട്ടും ഞാൻ നടന്ന സംഭവം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു വാച്ച്, എൻ്റെ പേരുള്ള ഏകദേശം പേരിനോട് സാമ്യമുള്ള ഒരു വാച്ച് തന്നെയാണ് കിട്ടിയത്. സാംസങ്ങിന്റെ വാച്ച് നമ്മൾ അന്ന് കണ്ടിട്ടില്ല. അന്നുണ്ട് സാംസങ്ങിന്റെ വാച്ച് ഉണ്ട്. സാംസങ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അത് ഇപ്പം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല.
എനിക്ക് കിട്ടിയ ആദ്യത്തെ ലെസൺ അതാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് we should be very, very careful, especially when you do any kind of communication. We should do റിട്ടൺ, അതിൽ വളരെ കണിശമായിട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുന്നതിന്റെ ഒരു ഉദ്ദേശം ഇതാണ്. അതിൽ ഒരു ക്ലാരിറ്റി, അതിൽ പരം ക്ലാരിറ്റി ഉണ്ടാവില്ല, പിന്നെ ഇന്റർപ്രിട്ടേഷൻ മാത്രമേ അതിന്റെ പ്രശ്നം വരുന്നു. സോ ദീസ് ആർ ഓൾ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും ഇത് വലിയ തടസ്സങ്ങളാണ്. ഈ തടസ്സങ്ങളെല്ലാം നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ്, നോയ്സ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പല ആൾക്കാരും സ്പീക്കേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാര് I invited a person from Canada to speak to our college students and alumni. കാനഡയില് ഉള്ള ഒരു മനുഷ്യനെ വിളിച്ചു. നല്ല മിടുക്കൻ സ്പീക്കറാണ്. അതിന്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ സൂമിന്റെ പ്ലാറ്റ്ഫോമിലാണ് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. അപ്പോൾ നമ്മളെല്ലാവരെയും സൂമിനറിയാം, നിങ്ങൾക്കറിയാം, അത് രണ്ട് രീതിയിലും മ്യൂട്ടാക്കാം. പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലും പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലും മ്യൂട്ടാക്കാം. പാർട്ടിസിപ്പൻസിനെ അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലാണ് മ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആൾക്കാർ കയറി കഴിഞ്ഞപ്പോൾ അൺമ്യൂട്ട് ആയിരുന്നു. അവിടെ നിന്ന് എന്തോ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ വീട്ടിൽ നിന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ചിലപ്പോൾ കാണും. എന്തോ ഭയങ്കരമായ ഒച്ച. കനഡിയൻ ഇംഗ്ലീഷുകാരൻ. അയാൾ ഈ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഓൾ പെർഫെക്റ്റ് സൈലൻസ്. മറ്റെല്ലാ ആൾക്കാരും സൈലന്റ് ആയിട്ടിരുന്ന അയാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഒച്ച സൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹി വാസ് റിയലി ഡിസ്റ്റർബ്ഡ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആസ് എ സ്പീക്കർ നമ്മൾ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ഒരു വേള ഞാൻ ഏതെങ്കിലും രീതിയിൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് അവിടെ നിർത്തും, സംസാരം നിർത്തും. അപ്പൊ അവിടെ സൗണ്ട് നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവര് മ്യൂട്ട് ചെയ്യും. പക്ഷേ ഈ കനേഡിയൻ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടോൾഡ്, അയാള് എടുത്ത വായിൽ അയാൾ പറഞ്ഞു, ഐ ആം ഒഫൻഡഡ് എന്ന് പറഞ്ഞു. You believe me or not? I am offended എന്ന് പറഞ്ഞു. അതാണ് they consider themselves to make sure that the communication is very, very effective. ഇതൊക്കെയാണ് ഫോറിനേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. നമ്മളിവിടെ ബഹളത്തിൽ കിടന്ന് വെച്ചുണ്ടാക്കുന്നു. എന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഉടനെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്ത് കംഫർട്ടും ഡിസ്കംഫർട്ടും ഏത് സമയമുള്ളപ്പോൾ ഇല്ലാത്തപ്പോഴും ഡിസബിലിറ്റീസ് ഉള്ളപ്പോഴും ഒക്കെ we are not bothered about the barriers of communication. But when you speak, when professionals, and especially I learned from a foreign person, from a Canadian, that we should make sure that everything is perfect. ഒരു മനുഷ്യനും നമ്മൾ മറ്റൊരാൾ സംസാരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ സംസാരിക്കുമ്പോൾ. Because a noise is really a barrier to effective communication. അതൊരിക്കലും എഫക്റ്റീവ് ആവില്ല. അപ്പൊ അത് ഞാനത് ലേൺ ചെയ്ത ഒരു കാര്യമാണ്. My dear friends, we'll go to the next slide. 15 tips, 15 ടിപ്പുകൾ. നമ്മൾ ചെറിയ ടിപ്പുകളാണ്. നമുക്ക് ആ ടിപ്സ് ഓരോന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പറ്റുമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാം. ലോകത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരാളാണ് ശശി തരൂർ. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. ഈയിടെ ഒരു അപ്രീസിയേഷൻ ഒരാൾക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരാൾ അപ്രീസിയേഷൻ എഴുതി കൊടുത്തു. അപ്രീസിയേഷൻ ഞാൻ വായിച്ചിട്ട്, ഞാൻ സാധാരണ കുറച്ചുകൂടി ഇംഗ്ലീഷിൽ, അപ്പൊ കുര്യാക്കോ സാറിനൊക്കെ നല്ല ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള ആളാണ്. ഇംഗ്ലീഷിൽ കുറച്ച് വൊക്കാബുലറി ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഒക്കെ തെല്ലൊന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യനാണ്. അത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പിന്നെ ഡിക്ഷണറി എടുത്തൊക്കെ നോക്കി. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിന്റെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ലോക്സിനോക്സിസിനിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള 17 അക്ഷരമുള്ള സാധനമൊക്കെ എടുത്ത് പുള്ളി ഇടയ്ക്ക് പ്രയോഗിക്കും. അത് ആൾക്കാർ പിന്നെ അത് കോമൺ ആകുന്നു. ബട്ട് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. കാരണം അതുപോലെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ശശി തരൂർ അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നുള്ള കാര്യം വേറൊരു കാര്യം. പക്ഷെ എങ്കിലും if you want to make very clear, want to make your communication effective, friends, use simple language. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിൾ, സാധാരണക്കാരനുമായിട്ട് നമ്മൾ സംസാരിക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്തും ഇംഗ്ലീഷ് ഓൾസോ when you speak, you should have an excellent command of the language. And if you want to use simple words, നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐൻസ്റ്റീന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. Everything that can be counted does not necessarily count.
everything that counts cannot necessarily be counted. ഈ വാചകത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. Everything that can be counted does not necessarily count. Everything that counts cannot necessarily be counted. ഫ്രണ്ട്സ്, ഈ വാക്കുകൾ, ഈ വാചകം കണ്ടിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സ് ഇവിടെ ഓപ്പൺ അല്ലേ? ചാറ്റ് ബോക്സ് ഉണ്ട്, ചാറ്റിൽ ഒന്നുമില്ല. ഫ്രണ്ട്സ്, ഹലോ, ഈ വാചകം വായിച്ചിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളതെന്ന് ചാറ്റ് ബോക്സിൽ എഴുതാവോ? വേറൊന്നും എഴുതണ്ട. Everything that can be counted does not necessarily count. Everything that counts cannot necessarily be counted. എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ ചാറ്റ് ബോക്സിൽ കൂടുതൽ ഞാൻ ഐ തിങ്ക് ചാറ്റ് ഈസ് ദർ. ചാറ്റിലൊന്നും ഇല്ല. കുര്യാക്കോ സാറേ, ചാറ്റ് ബോക്സ് എന്തെങ്കിലും കാണുന്നുണ്ടോ? കുര്യാക്കോ സാറേ, KMK സാർ ഇവിടെ ഇല്ലേ? ചാറ്റിൽ എന്താ കാണുന്നത്? ചാറ്റില് ഞാൻ എനിക്ക് ഐ കുഡിൻ സീ ദ ചാറ്റ് എനിക്കൊന്ന് ബാക്ക് സൈഡിൽ. സോറി ഓക്കെ, ചാറ്റ് ഹാസ് കം. ഓക്കെ, ചാറ്റ് ഹാസ് കം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചാറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായ ആൾക്കാരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ ഒന്ന് അടിക്കാവോ? യെസ് ഓർ നോ? ഈ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിന്റെ അർത്ഥം മനസ്സിലായ ആൾക്കാര് ഒന്ന് യെസ് ഓർ നോ ഒന്ന് അടിക്കാവോ? റെസ്പോൺസ് വരുന്നുണ്ട് സാറേ. Samson sir, if I may. റെസ്പോൺസ് വരുന്നുണ്ട്, യെസ് നോയും വരുന്നുണ്ടല്ലോ. Hello. Yes. Hi, Bibu here, if I may, over the phone. All right. The thing, ഞാൻ മനസ്സിലാക്കിയത്, everything that can be counted does not necessarily count. That means കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം എന്താണെങ്കിലും പലതും രീതിയിൽ കൗണ്ട് ചെയ്യാം. പക്ഷെ എല്ലാം എപ്പോഴും കൗണ്ട് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ തീർക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഉറപ്പില്ല എന്നുള്ള രീതിയിലും, അതുപോലെ എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ്, അത് എണ്ണി തീർക്കാൻ പറ്റും എന്നുള്ളതിനും ഒരു തീർച്ചയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, വെരി ഗുഡ്. ഫൈൻ. ഡെയ്സൺ തോമസ് ഒരാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. ഡെയ്സൺ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ കണ്ടിരിക്കുന്ന സാധനത്തിന്റെ? പറഞ്ഞോളൂ. ആവശ്യമുള്ളത് എണ്ണുന്നില്ല, എണ്ണുന്നത് ആവശ്യമുള്ളതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. താങ്ക്സ് സർ. Everything that can be counted does not necessarily count. Everything that counts cannot necessarily be counted. Okay, ആവശ്യമുള്ളത് എണ്ണുന്നില്ല, എണ്ണുന്നത് ആവശ്യമുള്ളതല്ല. ഓക്കെ, വെരി ഗുഡ്. ഇനിയും റെസ്പോൺസ് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് കൗണ്ടിങ്ങുമായിട്ട്. പാർട്ടിസിപ്പൻസിന് ആർക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിക്കാം കേട്ടോ. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾക്കൊന്നും ഇത് ശശി തരൂരിന്റെ സ്റ്റൈലൊന്നും അല്ല. ശശി തരൂരിനെ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിൻ്റെ അകത്ത് എല്ലാ വാക്കുകളും നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. Somebody else can try. വേറെ ആരുമില്ലേ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചക്ക് കൊണ്ട് കാണുന്നത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അത് പിന്നീട് തെറ്റായി സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിയൽ പിക്ചർ എത്തുക എന്നുള്ളത് എപ്പോഴാണ് അത് ശരിയാവുക എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് കുര്യാക്കോ സാറിന് ഒരുപക്ഷെ അറിയായിരിക്കാം, എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് നോട്ട് നെസസറിലി കൗണ്ടഡ്. ഇതാണ് അതിപ്പോ ഒരു വാചകം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചെങ്കിൽ തന്നെ ഞാൻ കൂടുതൽ ഐ എം നോട്ട് എലിസിറ്റിംഗ് ഒപ്പീനിയൻസ് ഫ്രം മീനിങ് ഫ്രം മെനി ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതിലെ കൗണ്ടിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ചുമ്മാ എണ്ണുക, നമ്പർ 1 2 3 കൗണ്ട് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് കൗണ്ട്സ്.
ഇറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവറിത്തിങ് ദാറ്റ് കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് കുര്യാക്കോ സാറിനും ഒക്കെ അറിയാവുന്ന ഇതാണ്. കൗണ്ട്സ് എന്ന് പറയുന്ന വാക്കിന് തന്നെ രണ്ടർത്ഥമുണ്ട്. ആ രണ്ടാമത്തെ അർത്ഥം ആണ് രണ്ടാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇമ്പോർട്ടൻറ്റ്, എവറിത്തിങ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് cannot necessarily be counted. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, കാരണം അത്ര സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും it feels so complicated. This is used as one of the riddles even in competitions. വളരെ ലാംഗ്വേജ് കോമ്പറ്റീഷൻസിലൊക്കെ റിഡിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാൻ പറഞ്ഞ മറ്റൊന്നല്ല, വളരെ നിസ്സാരമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്ന്. ഒരിക്കൽ വേറൊരു കോട്ടിൽ ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഏത് കാര്യവും കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് എന്ന് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഐൻസ്റ്റീൻ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വാചകം കണ്ടിട്ട് നമുക്കാകെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും യൂസ് സിമ്പിൾ ലാംഗ്വേജ്. ഫ്രണ്ട്സ്, വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഓപ്പൺ യുവർ മൈൻഡ് ബിഫോർ യു ഓപ്പൺ യുവർ മൗത്ത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മള് വാ തുറക്കുന്നതിന് മുൻപ് തന്നെ മനസ്സൊന്ന് തുറക്കുക. കം വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പലപ്പോഴും നമ്മൾ പറയും. തുറന്ന മനസ്സോടെ, തുറവിയോടെ വരിക എന്ന് പറയും. അടഞ്ഞ മനസ്സോടെ, ഓപ്പൺ മൈൻഡ് അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള മൈൻഡ്. നമ്മൾ മൂന്നടിയുള്ള മൈൻഡുമായിട്ട് വരരുത്. ഹൈവേ പോലത്തെ മനസ്സുമായിട്ട് വേണം നമ്മൾ എവിടെയും പോകാൻ. സോ യു വിൽ ബി റിയലി ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് ബയസ് when you are coming with closed mind. തുറവിയില്ലാത്ത മനസ്സുമായിട്ട് വരുമ്പോൾ, if you are not open minded, you will be closed minded. മാത്രമല്ല, മനസ്സ് തുറന്നിരുന്നെങ്കിൽ മാത്രമേ, മനസ്സ് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ, മനസ്സ് ടെൻസ്ഡ് അല്ലെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വളരെ സ്മൂത്ത് ആയിട്ടും വളരെ കൃത്യമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും വരികയുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലിസൺ. ഇതൊന്ന് ഈ ഒരു ചെറിയൊരു എനിക്ക് വാഴക്കൻ ഒരു ചർച്ചയിലും പരാജയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, സത്യമായിട്ടും. താങ്ക് യു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം സഹായിച്ച്, ഞങ്ങൾക്ക് ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഇന്നേ വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അധികം തെറ്റാറില്ല. കാരണം ഇന്നിപ്പോ ഏറ്റവും അവസാനം കോൾ ലിസ്റ്റിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. കോൾ ലിസ്റ്റ് 14 ദിവസത്തെ ഒരു ഫോണിന്റെ ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സരിതയ്ക്ക് അല്ല ഈ സ്വപ്നയ്ക്ക് എത്ര ഫോൺ ഉണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. എത്ര ഫോണുകൾ ഉണ്ടായി എന്നുള്ളത് ഇപ്പൊ അവര് പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ അറിയാതെ ഇതിന്റെ ആ ഹാങ് ഓവർന്ന് പോകുന്നില്ല. സുഹൃത്ത് ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്. ഹാങ് ഓവർന്ന് പോകുന്നില്ല, അതാ പ്രശ്നം. മൈ ഡിയർ ഫ്രണ്ട്സ്, പലപ്പോഴും നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്നതും മനസ്സിലുള്ളതും തമ്മിൽ ഒത്തിരി വ്യത്യാസം വരും. കാരണം പലപ്പോഴും മനസ്സിലുള്ളത് നമ്മൾ മനസ്സ് ക്ലിയർ ആയിട്ട്, മനസ്സ് ഓപ്പൺ ആയിട്ട്, വളരെ ചിന്തിച്ച് ഉറച്ച് സംസാരിക്കുമ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഓപ്പൺ യുവർ മൈൻഡ് ബിഫോർ ഓപ്പൺ യുവർ മൗത്ത്. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട്, സ്വല്പം ഒന്ന് ചിന്തിച്ചിട്ട്, പറയാൻ പോകുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു സ്വല്പം ബ്രേക്ക് ഇട്ട് മാത്രം സംസാരിക്കുന്ന അത് നമ്മൾ തീർച്ചയായിട്ടും അത് ശീലമാക്കാം. ഇറ്റ്സ് നോട്ട് എ ഫ്ലോ, ബട്ട് ഇറ്റ്സ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. വളരെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒഴുക്ക്, അത് വളരെ കൃത്യമായിട്ട്, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒട്ടും തെറ്റില്ല, നമ്മൾ ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞു, വായിക്കാൻ അവിടെ പറയുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഉദ്ദേശിച്ചതല്ല, മനസ്സിൽ ഉദ്ദേശിച്ചതല്ല മുന്നോട്ട് വന്നത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വൺ തിങ് വിച്ച് വി ഷുഡ് ബി വെരി കെയർഫുൾ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിപ്പയർ വാട്ട് യു ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ്. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പ്രിപ്പയർ വാട്ട് യു ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഏത് പ്രസന്റേഷന് പോകുമ്പോഴും, ഏത് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴും, നെവർ ഗോ അൺപ്രിപ്പയർഡ്. ഇതെന്നും ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം. യു ഗോ ഫോർ എ പ്രസ് റിലീസ്. ഒരു പത്രസമ്മേളനത്തിന് നമ്മൾ പോവുകയാണ്. കാര്യം വിചാരിക്കും, നമ്മളുടെ ചാപ്റ്ററിലെ ചെറിയ ഒരു കാര്യം, ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, എനിക്കെല്ലാം അറിയാം പ്രോജക്റ്റിനെ കുറിച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലും. മുമ്പിൽ ഇരിക്കുമ്പോൾ, പത്രപ്രവർത്തകരെ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു നെർവസ്നെസ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിടിവിട്ടായിരിക്കും പിന്നെ സംസാരം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൻ യു ഗോ ഫോർ എനി കൈൻഡ് ഓഫ് മീറ്റിംഗ്സ്, ചെറിയ ഒരു കാര്യം, ഒരു വെൽക്കം അഡ്രസ് ആയിക്കോട്ടെ, ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിക്കോട്ടെ, ഒരു മെന്റൽ പ്രിപ്പറേഷൻ എങ്കിലും വേണം. ഈവൻ ഇഫ് യു ആർ എ സീസൺഡ് സ്പീക്കർ, നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന
നല്ല പ്രസംഗകരുണ്ട്, നല്ല രീതിയിൽ നല്ല പ്രസംഗങ്ങൾ സ്പീക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ പോകുമ്പോഴും അവരൊക്കെ ഈവൻ ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് വെരി ഗുഡ് സ്പീക്കേഴ്സ് സ്ക്രിബിളിംഗ് സംതിങ്. അവരുടെ ചെറിയ സ്ക്രിബിൾ പാഡാണ്. ആ സ്ക്രിബിൾ പാഡിൽ ചെറുതായിട്ട് നോട്ട് കുറിച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ട് മെന്റൽ പ്രിപ്പറേഷനോട് കൂടി മാത്രമേ അവര് പോകാറുള്ളൂ. So my dear friends, prepare what you are going to communicate. This is number 3. Number 4 പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. Can you crack this puzzle? ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് നോക്കി പറയാം, ആർക്ക് വേണമെങ്കിലും ചാറ്റിൽ കൊടുക്കാം. ചാറ്റിലൊന്നും വരുന്നില്ലല്ലോ. ഈ പസിൽ ഒന്ന് ക്രാക്ക് ചെയ്യാമോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. Ladies and gentlemen, 80% failed this simple test. ഈ ടെസ്റ്റ് 80% ആൾക്കാരും ഫെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ ചോദിക്കുന്നത് മാത്രം. 1 = 11, 2 = 22, 3 = 33, 4 = 44, 5 = 55, 6 = 66. What is 11? Yeah, very good, very good. Good logic. Finally, it has come. Finally, it has come. Very good, very good. I really appreciate those people, congratulate those people who came out with the answers. Answer 121. തീർച്ചയായിട്ടും ഇതൊരു ലോജിക്കൽ ആയിട്ടുള്ള പസിൽ ആണ്. മൾട്ടിപ്ലൈ വിത്ത് 10 ആൻഡ് ആഡ് ദ നമ്പർ. അതാണ് അതിന്റെ ഒരു ഫോർമുല അതിന്റെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജോയിനിങ് ദ 2 നമ്പേഴ്സ്. അതിന്റെ കൂടെ അത് തന്നെ എടുത്തു വെച്ചാൽ പോരാ. അതിന് അങ്ങനെ ഒരു ഫോർമുല നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ്സ് എ സിമ്പിൾ ഫോർമുല. കുര്യാക്കോ സാർ അവസാനമായിട്ട് വന്ന് അതിന് ആണിയടിച്ചിരിക്കുകയാണ്. 121 എന്ന് ആൻസർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകമായിട്ടൊരു കുഡോസ്, പ്രത്യേകമായ കൺഗ്രാജുലേഷൻസ്. Because the formula is very simple. Plus the number multiplied with 10 plus the same number. അതാണ് അതിന്റെ ഫോർമുല. അപ്പോൾ 11 multiplied with 10 is 110 plus 11 121. So that's a number. Okay. അപ്പോൾ ആ ഒരു നമ്പർ തീർച്ചയായിട്ടും 121 കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അപ്രീസിയേഷൻസ്. ഇടയ്ക്ക് നിങ്ങൾ കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ചെറിയ പസിൽസ്. എല്ലാ സ്ലൈഡുകളിലും 1-2 ഇതുപോലെ നാം കാണും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ നമ്മൾ ചെയ്ത് ഒന്ന് രസത്തോടു കൂടി നമ്മൾ പോകുക എന്ന് മാത്രമേ അതിന്റെ ഉദ്ദേശമുള്ളൂ. I give this message number 4, important message. Understand the audience. Very, very important. Who all are sitting in the front? ആരാണ് മുൻപിൽ ഇരിക്കുന്നത്? 6 വർഷം മുൻപ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ലീഡിംഗ് സ്റ്റോക്ക് ബ്രോക്കർ came to our college. അയാൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു വരുത്തിയാണ്. And I wanted him to interact with the students. MBA സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന വലിയ കളികൾ മുഴുവൻ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളുടെ കിളി പോയി. കാരണം ഇതെന്താന്നുള്ള വിവരം കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയില്ല. മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ഒരു സാധാരണ ഡിഗ്രി കഴിഞ്ഞു വന്ന സ്റ്റുഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞു വന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഒരു ചിന്ത ഈ ഇങ്ങേർക്കൊന്നില്ല. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കൃഷിക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കൃഷി ഓഫീസർ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡ് ദി ഓഡിയൻസ് ബിഫോർ യു ഡെലിവർ യുവർ ടോക്ക്, ഡെലിവർ യുവർ സ്പീച്ച്, ബിഫോർ യു കമ്മ്യൂണിക്കേറ്റ് ടു ദ പേഴ്സൺ. അടുത്ത ഒരു ലുക്ക് അറ്റ് ദിസ് ബ്രെയിൻ ടീസേഴ്സ്. ഈ ടീസേഴ്സിൽ എത്ര എണ്ണത്തിന് നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും എന്നൊന്ന് നോക്കാം. അറിയാവുന്ന ആൾക്കാർ അതിനകത്ത് ഓരോന്നിന്റെ ഒന്ന് ബോക്സിൽ കാണുന്നത് എന്താ എഴുതാൻ പറ്റും ചാറ്റിൽ. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ മെത്തഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതും ഒരു മെത്തഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ദിസ് ബ്രെയിൻ ടീച്ചർ ഗിവ്സ് യു വൺ വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഓൾസോ. ഓക്കെ, നമുക്ക് ഒരു വലിയ മെസ്സേജ് തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഈ ബ്രെയിൻ ടീച്ചേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായത് നിങ്ങൾ തീർച്ചയായിട്ടും ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഹലോ, മനസ്സിലായില്ലേ ആർക്കും ഒന്നും?
Hello, everybody. Please read. Can you read this brain teasers? Okay. 15 glance. Okay. Sixth one. Ans Joshi is coming. Sixth is crossroads. Okay. Crossroads. Very good. And Bibu is telling number 1 is sandbox. Very good. Sandbox. Wonderful. Okay. Okay. Third one. Okay. Third one is I understand. Okay. I understand. Very good. Kuriakose sir has come out with a marvelous kind of thing. Okay. Sandbox. Okay. Sandbox. Okay. And KMK is again telling you man on board. What is that number? Man on board. Man on board. Yes. Second one. It is man on board. Very good. And Chindu is telling reading between the lines. Oh yeah, right. Reading between the lines. Fourth one. Very good. Very good. People are coming out with wonderful answers. Item. Crossroads, reading between the lines. Okay. Anchamate no vaichu nokkike, very simple. Ellarkku ariyana anchamate. Fifth one is a very simple one. Crossroad. Okay. Long underwear aanu. Bibu is telling life after death. Very good. Life after death. Count downtown. Okay. Seventh one is downtown. Oh, very good. Downtown. Life after death is 20. Bibu. Sarah is telling it is downtown. Very good. Okay. And Harish is telling reverse glance. Okay. Glance. Okay. Backward or reverse glance. Very good. So these are all, there are a lot of things. Okay. Lot of things. 16th one. Okay, Kolu. It is 16. Tricycle. 8th one is a tricycle. Very good. Harish, very good. Dr. Harish, very good. Bibu is again telling, it is good. Okay. Then okay. You can see. 11th one is neon light. Okay. Neon light. You can see. 16th one, I don't want to tell you all. Okay. 6 feet underground. Okay, there are a lot of such kind of things. This brain teasers will give you one very important message that communication is not speaking alone. Any way you can communicate. The effectiveness is again important. So you can convey the message in various methods. So these are all things which are coming. Okay. There are a lot of answers which are coming. That's very good. Okay. The fifth point which I would like to deliver you is create a receptive atmosphere. Create a receptive atmosphere. Canadian speaker സംസാരിക്കാൻ വന്നപ്പോൾ he told me nobody else shall speak while I speak. നിങ്ങൾ ആരെങ്കിലും ഋഷിരാജ് സിംഗ് IPSനെ സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും when I am in, nobody else shall speak. ബാക്കിയുള്ളവരുടെ വികൃതരം ഒന്നും കേൾക്കാൻ പുള്ളിക്ക് സമയമില്ല. അതാണ് ഏറ്റവും വലിയ രസം. Nobody else should speak when I am in. ഞാൻ ഇപ്പൊ ഇതുപോലെ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 3 degrees below zero. ഓക്കെ ജിജോ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ ലോട്ട് ഓഫ് ഗുഡ് ആൻസേഴ്സ്. ഓക്കെ വെരി ഗുഡ്. ആൻഡ് സി ഇപ്പൊ ഈ ഋഷിരാജ് സിംഗ് പറഞ്ഞ പലപ്പോഴും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ സംസാരിക്കുന്നിടയിൽ വേറെ ആൾക്കാർ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ഒരാൾ മാത്രമേ ചോദിക്കാവുള്ളൂ. അതിനൊരു മോഡറേറ്റർ കൃത്യമായിട്ട് വേണം. അയാൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഞാൻ തരും. ആ ഉത്തരം തന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം മോഡറേറ്റർക്ക് ചോദിക്കാം. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കയറി ചോദ്യങ്ങൾ ചോദിച്ച് അലമ്പാക്കരുത്. ഞാൻ മാത്രമേ സംസാരിക്കാവുള്ളൂ. ഋഷിരാജ് സിംഗ് ഇങ്ങനെ വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരാളാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. മറ്റൊത്തിരി IPSകാരും IASകാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വെൻ വി കോൾ ദം അവർക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹം ഹി ഈസ് ക്രിയേറ്റിംഗ് എ വെരി റിസെപ്റ്റീവ് അറ്റ്മോസ്ഫിയർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസെപ്റ്റീവ് അറ്റ്മോസ്ഫിയർ. ഗവർണർ സംസാരിക്കാൻ വരും. ഗവർണർ ഇസ് ഇൻ എ മീറ്റിംഗ്. ഗവർണർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഉടനെ നമ്മളെല്ലാവരും വളരെ കാത് കൂർപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ്? പ്രോട്ടോകോൾസ് വളരെ കൃത്യമായിട്ട് അവർ വന്ന് ചെക്ക് ചെയ്യുന്നു. അവിടെ എന്താണ് പോലീസിന്റെ സ്നിഫർ ഡോഗ് വന്ന് എല്ലായിടത്തും പരിശോധിക്കുന്നു. പോലീസുകാർ നിറഞ്ഞ സദസ്സിൽ ആൾക്കാരെ ഐഡന്റിറ്റി കാർഡ് മാത്രം നോക്കിയിട്ട് ബാഡ്ജുള്ള ആൾക്കാരെയും പെർമിഷനുള്ള ആൾക്കാരെയും മാത്രം അകത്തേക്ക് കയറ്റിവിടുന്നു. അദ്ദേഹം വരുന്നതിന് മുൻപ് 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് കയറി ഇരുന്നിരിക്കണം. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ ആരെയും അകത്തേക്ക് കയറ്റില്ല. ആരെയും സംസാരിക്കാനോ അല്ലെങ്കിൽ ആരെയും പുറത്തേക്കോ അകത്തേക്കോ കടത്തിവിടുകയില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നതിൽ നടത്താൻ സമ്മതിക്കില്ല.
the very strict protocols will create a very receptive atmosphere. കണ്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗവർണറും അങ്ങനെയുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. I have seen him speaking. When he is speaking, nobody else, everybody is quiet, everybody is silent. എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു റിസെപ്റ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വി ഷുഡ് മെയിൻറ്റെയിൻ വെരി ഗുഡ് സ്ട്രിക്ട് പ്രോട്ടോകോൾസ്. അങ്ങനെ റിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ തീർച്ചയായിട്ടും മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ സംസാരിക്കാൻ പാടില്ല. നമുക്ക് നമ്മളുടെ പാർലമെന്ററി പ്രൊസീജിയേഴ്സ് ഉണ്ട്. JC is one of the best organizations, is the one and only one organization I can say which is following very good protocols during the meetings. മീറ്റിങ്ങുകളിൽ 5-6 പേർ ഒരുമിച്ച് നിന്ന് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത കമ്മിറ്റികളുടെ യോഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും എണീറ്റ് നിന്ന് അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. It is not going to happen in JC. I know. That is how we create a receptive atmosphere. My dear friends, we'll go to the next one. Use tone or voice modulation. This is very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്, ആരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ല. എവിടെ എപ്പോൾ നമ്മൾ നിർത്തണം, എവിടെ നമ്മൾ വോയിസ് കൂട്ടണം, എവിടെ നമ്മൾ കോമ വേണം അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വേണം, എവിടെ ഹൈ പിച്ച് ഉപയോഗിക്കണം, എവിടെ വോളിയം കൂട്ടണം, എവിടെ നമ്മൾ ടോൺ മാറ്റണം, വോയിസ് എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം. യു ഷുഡ് നോ. വെരി ഗുഡ് സ്പീക്കേഴ്സ് മോഡുലേറ്റ് ദ വോയിസ്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഉള്ള സംസാരിക്കാന്നുള്ളതല്ല, പക്ഷേ മോഡുലേറ്റ് യുവർ വോയിസ് വെരി ഇഫക്റ്റീവ്ലി. യു ഹാവ് ടു മോഡുലേറ്റ് ആൻഡ് യൂസ് ദ ടോൺ. പലപ്പോഴും നമ്മളുടെ പേരൻസിന്റെ അടുത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്ത് അവരുടെ ടോൺ മാറിയിരിക്കുന്നേക്കാം, ഒരു സൗണ്ട് കേൾക്കാം. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പം അവർ ചില സംസാരിക്കുന്ന ടോണുകൾ, മോനെ കുട്ടാന്നുള്ള ടോൺ മാറിയിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ടോൺ മാറുന്ന കാണാം. അങ്ങനെ ടോണും അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ, ഉച്ചത്തിൽ സംസാരിക്കുന്ന കാണാം, ഉറക്കെ സംസാരിക്കുന്ന കാണാം, പതിയെ സംസാരിക്കുന്ന കാണാം. മനസ്സിലാവുന്നു? വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. സൈലൻസ് ഇറ്റ് സെൽഫ് അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെ ടോണും വോയിസും ഒക്കെ മോഡുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, വാട്ട് ഡിഡ് യു സീ ഫസ്റ്റ്? ഇതിന്റെ അകത്ത് ആദ്യം കണ്ടത്, ഈ പിക്ചറിലേക്ക് നോക്കാം. ഈ പിക്ചറിൽ ആദ്യം കണ്ടത് എന്താണെന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. ആദ്യം നിങ്ങൾ കണ്ടത് എന്താണ് എന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. ഹലോ, ഈ സ്ലൈഡിൽ നിങ്ങൾ ആദ്യം കണ്ടത്, ഹലോ, ചാറ്റ് ബോക്സ് ഇല്ലേ? ചാറ്റ് ബോക്സ് മരിച്ചു പോയിട്ടില്ലല്ലോ, ഉണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. എല്ലാവരും എഴുതുന്നുണ്ട്. ഇമ്മാനുവൽ ഈസ് റൈറ്റിംഗ്, ബിബു ഈസ് റൈറ്റിംഗ്, സാറ റൈറ്റിംഗ്, വർഗീസ് റൈറ്റിംഗ്. ഓക്കെ, എവറിബഡി. ഗറില്ല ഫേസിംഗ് ലയൺ, സംബഡി. ഓക്കെ ഓക്കെ. ഇത് ചുമ്മാ ഒരു പസിൽ തന്നെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വലിയ കൂടുതൽ മെസ്സേജ് ഒന്നുമില്ല. ഡോണ്ട് വറി. ലയൺ ആൻഡ് മങ്കി, ലയൺ ആൻഡ് ഗൊറില്ല. ഓക്കെ, ലയൺ ആൻഡ് ഗൊറില്ല. ലയൺ, ട്രീ. ആദ്യം കണ്ടത് ഏതാണ് എന്നുള്ളതാണ്. Very good. Fish jumping. Oh, Bibu is very good. So that's it. You see after that. Okay. വെരി ഗുഡ്. ഞാൻ ആ ചോദ്യം ചോദിച്ച മറ്റൊന്നിനു വേണ്ടിയല്ല. ഈ ചോദ്യം ചോദിച്ചത് ഈ പിക്ചർ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ലൈഡില് ആദ്യം കണ്ടത് ഒരു മരമായിരിക്കും. മിക്കവാറും 90% ആൾക്കാരും ഈ പിക്ചർ നമ്മൾ കാണിക്കുമ്പോൾ ആ എഴുതിയിരിക്കുന്നത് പോലും ആയിരിക്കില്ല പലപ്പോഴും കാണുന്നത്. പീപ്പിൾ സീ ലോട്ട് ഓഫ് തിങ്സ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നതും, അതായത് നമ്മൾ വിഷ്വൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ നമ്മൾ കൊണ്ടുപോകും. ഏത് കാര്യങ്ങൾ എവിടെ അവതരിപ്പിക്കാൻ പോകുമ്പോഴും, ഈവൻ സ്മോൾ മീറ്റിംഗ്സ്. ചിലപ്പോൾ ഇവിടെ എന്താണ് നിബു, ഐ തിങ്ക് ഹി ഈസ് പ്രസന്റ് ഹിയർ. നിബു ഒക്കെ പലപ്പോഴും പിച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പ്രസന്റേഷൻസ് ചെറുതാണെങ്കിലും എന്താണ് പ്രസന്റേഷൻസ് കൊണ്ടുപോകും. അവരുടെ പ്രസന്റേഷൻസ്, ദേ മേക്ക് ദെയർ പ്രസന്റേഷൻസ്. വെൻ യു ഗോ ഫോർ ഈവൻ എ സ്മോൾ മീറ്റിംഗ്, നമ്മൾ യൂറോപ്യൻസിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കടലാസ കഷ്ണം പോലും ഇല്ലാതെ നമ്മൾ പോവും. എന്നിട്ട് മൈക്കിന് മുമ്പിൽ കയറി എന്നിട്ട് വെച്ച് അങ്ങ് അലക്കും. My dear friends, we are highly ineffective. ഞാൻ പറയുന്ന കാര്യം ഇതാണ്. Even when you go to your chapter, when you are presenting your budget, when you are presenting your plan of action, നിങ്ങളുടെ പ്രോജക്റ്റുകളെ കുറിച്ചും ഒക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ make at least a PowerPoint presentation. ഒരു പ്രസന്റേഷൻ അതിനെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കുക, മിനിമം റിട്ടൺ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രസന്റേഷനോട് കൂടി പോകുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന 2 മെസ്സേജ് ഉണ്ട്. 1, this guy is very serious about this presentation.
ദിസ് തിങ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ടത്. വെൻ യു മേക്ക് എ പ്രസന്റേഷൻ ആൻഡ് ഗോ, ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു പ്രസന്റേഷനോട് കൂടി പോകുന്നു, ഒരു വീഡിയോ പ്രസന്റേഷനോട് കൂടി പോകുന്നു, ഒരു പവർ പോയിന്റോട് കൂടി പോകുന്നു, ഒരു ബുക്ക്ലെറ്റോട് കൂടി പോകുന്നു. ആൻഡ് വെൻ യു ഗോ ഫോർ പ്രസന്റിംഗ് എ ബജറ്റ്, ഗോ വിത്ത് എ പ്രസന്റേഷൻ. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. ദി പ്രസന്റേഷൻസ് വിൽ മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ ഹൈലി ഇഫക്റ്റീവ്. കാരണം അതിന് വിഷ്വൽ ഇമ്പാക്ട് കൂടി തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ഞാൻ ചോദ്യം ചോദിച്ചത് മറ്റൊന്നുമല്ല, വെറുതെ ഒന്ന് ചോദിച്ചാണ്, റെഡിലിന് വേണ്ടി ചോദിച്ചാണ്. എ പസിൽ വിച്ച് ഗിവ് യു ജസ്റ്റ് ടു മേക്ക് യു engaged, keep you engaged. What did you see first? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആ ഒരു മരമായിരിക്കും പലപ്പോഴും ആദ്യം കാണുക. There is a gorilla, there is a lion, there are fish, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട് നമ്മൾ പലരും. അപ്പൊ ഇതൊരു വിഷ്വൽ ഇമ്പാക്ട് തീർച്ചയായിട്ടും പ്രസന്റേഷൻ ഉണ്ടാകുമ്പോൾ കാണും. And I would like to tell you another thing. Feedback is very, very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്നത് ഫീഡ്ബാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് മനസ്സിലായോ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരേ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാറുള്ളൂ. വെൻ വി സേ ഫോൺ നമ്പേഴ്സ് ഓവർ ദ ഫോൺ, തീർച്ചയായിട്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫോൺ നമ്പർ ഏത് നമ്പർ, ആ നമ്പർ ഒന്നുകൂടി തിരിച്ചു പറയാവൂന്ന് നമ്മൾ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ അയാൾ തിരിച്ചു പറയുന്നത് ഐ ഹാവ് സീൻ only that's a time when you give a feedback. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ചോദിക്കുന്ന നമ്പർ എന്താണെന്ന് ഒന്നുകൂടി പറയാമോന്നോ, അല്ലെങ്കിൽ ഇത് തന്നെ നമ്പർ അല്ലെന്ന് ചോദിക്കുന്നത് അതാണ്. നമ്മുടെ കണ്ണുകളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്ലൈഡാണിത്. ഇതിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ഡോഗ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോന്ന് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് തരാട്ടോ. ഏത് ഡയറക്ഷനിൽ വേണേലും നോക്കാം. എനി ഡയറക്ഷൻ യു ക്യാൻ ലുക്ക്. കാണാൻ പറ്റുന്നുള്ള ആൾക്കാര് യെസ് അടിക്കണം കേട്ടോ. കണ്ണുകൾ ടെസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ആണ്, എങ്കിലും ഇതൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഒബ്സർവേഷൻ പവറും ഒക്കെ നമുക്ക് നോക്കണം. അടുത്ത നമ്മൾ ഒബ്സർവേഷനിലേക്കാണ് വരാൻ പോകുന്നത്. ചില ആൾക്കാർ ജോബിൻ കണ്ടു കഴിഞ്ഞു, ജോബിൻ അത് കണ്ടു കഴിഞ്ഞു. ജോബിൻ ഇറ്റ് ഈസ് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഒന്നും അല്ല അത് എന്താണ്, ഒരു സൈഡിലേക്ക് ഒരു ലൈനാണ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഒന്നുമല്ല. ജോബിൻ കണ്ടു, ജോബിൻ അത് കണ്ടു കഴിഞ്ഞു. വെരി ഗുഡ്, റിയലി അപ്രീഷിയേറ്റ്. തീർച്ചയായിട്ടും യെസ് ഇൻ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈനിൽ ഡോഗ് കണ്ട ആൾക്കാരുണ്ടോ? ഫസ്റ്റ് ലൈനിൽ ഡോഗ് കണ്ട ആൾക്കാർ കുറവായിരിക്കുമല്ലോ. ഫസ്റ്റ് ലൈനിൽ ഡോഗ് കണ്ട ആൾക്കാർ വളരെ കുറവായിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ കാണാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതാണ്. ഡോഗ് ഇൻ ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഡോഗ്. ഓക്കെ, ഫൈൻഡ് ദ വേർഡ് ഡോഗ്. ഓക്കെ, ആദ്യത്തെ ലൈൻ തന്നെ കണ്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ടു കീപ് യു എൻഗേജ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ, ഇതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും പസിൽസ് വഴിയും പലപ്പോഴും എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള റിഡിൽസ് വഴിയും ഫൈൻഡ് ദ വേ ഔട്ട് എന്നൊക്കെ പറയുമ്പോഴും അതും ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കീപ്പിംഗ് പീപ്പിൾ എൻഗേജ്. വെൻ പീപ്പിൾ ആർ എൻഗേജ്, കമ്മ്യൂണിക്കേഷൻ ഇസ് മോർ എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ക്ലാസ്സിൽ ഒരറ്റം പോലും മറ്റേ അറ്റം വരെ വന്നുകൊണ്ടിരുന്ന നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, റേഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് എഫക്റ്റീവ് വെൻ ദ പാർട്ടിസിപ്പന്റ് ഈസ് ഹൈലി ഇൻവോൾവ്. അയാൾ ഇൻവോൾവ് ആണ്, ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് തീർച്ചയായിട്ടും നടക്കും. ദിസ് ഈസ് എ മെസ്സേജ് വിച്ച് ഐ വാണ്ട് ടു ഗിവ് യു. കണ്ടില്ല പലരും, ഞാൻ പിന്നീട് തീർച്ചയായിട്ടും ചോദിച്ചാൽ മതി. ഐ ഗിവ് യു. And next point which I would like to tell you, again the next task comes to you, ladies and gentlemen. How many animals do you see here? 5, 8 or 12? എത്ര ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എത്ര ആനിമൽസിനെ ഇതിനകത്ത് കാണാൻ സാധിക്കും? നമ്പർ മാത്രം അടിച്ചാൽ മതി. 5, 8 or 12 നമ്പർ മാത്രം അടിച്ചാൽ മതി. How many animals do you see? 10 സെക്കൻഡ് സമയം മാത്രമേ ഉള്ളൂ. 1 8 എന്നാണ് ബിബു പറയുന്നത്. 8 എന്നാണ് ബിബു പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, കൊള്ളാം. തെറ്റാണോ ശരിയാണോ ഞാൻ പിന്നെ പറയാം. സാറ പറഞ്ഞോളൂ. 8 ആണ്. ഓക്കെ, വെരി ഗുഡ്, കൊള്ളാം. ആൻസേഴ്സ് എല്ലാം കൊള്ളാം, നന്നായിരിക്കുന്നു. 8 എണ്ണത്തിൽ കൂടുതൽ കാണാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. യെസ്, വെരി ഗുഡ്. മൈക്ക് ഓണാക്കി എന്തൊക്കെയാണ് 8 എണ്ണം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, 8 എണ്ണം പറഞ്ഞ ആൾക്കാര്. ജസ്റ്റ് സണ്ണി ഒന്ന് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന്. ജസ്റ്റ് സണ്ണി.
ജസ്റ്റിന്റെ മൈക്ക് ഓൺ ആവില്ലേ? ഹായ് സാർ. യെസ്. ഇത് ചുമ്മാ എട്ടെന്ന് എഴുതിയാ പോരെ, നമ്മൾ ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഓക്കെ. Sir, elephant. Which are the animals which you saw? Elephant. Elephant. Okay. Bird. Bird on the top of the elephant. Okay. Then good. Okay. below the elephant. Hello. പറഞ്ഞോ കേൾക്കുന്നുണ്ട്. എലഫന്റിന്റെ താഴെ ആൾക്കാരുടെ ക്ലൂ കൊടുക്കുന്നുണ്ട്. നീന പ്ലീസ് സ്റ്റോപ്പ് ഗിവിംഗ് ക്ലൂസ്. ഓക്കെ. എലഫന്റിന്റെ താഴെ ഒരു ബാറ്റ് പോലെ അല്ല, അത് ബാറ്റ് തന്നെയാണ്. ഓക്കെ. ബാറ്റാണ്. ഓക്കെ. ഒരു വവ്വാലുണ്ട്. ഓക്കെ. ഒരു പൂച്ച. ക്യാറ്റ് ഉണ്ടോ? ഓക്കെ. എവിടെയാ ഉണ്ടോ? വവ്വാലിന്റെ അടുത്ത്. ശരി. പിന്നെ എലഫന്റിന്റെ കാലിന്റെ അവിടെ കണ്ടത് വളരെ. ഹലോ, പറഞ്ഞോളൂ. എലഫന്റിന്റെ ബാക്കില് ലെഗിന്റെ അവിടെ രണ്ട് ഇതുണ്ട്. കൊരങ്ങനുണ്ട്. യെസ്, കമ്മിങ്. ഓക്കെ, വെരി ഗുഡ്. Monkey is there. There is a monkey. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടെണ്ണം കാണാൻ പറ്റുന്നുണ്ടോ? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ you can see, somebody could see. Nina told it there is a giraffe and there is a giraffe. Okay. Okay. Horse is there. Okay, very good. Horse is there. Okay. So altogether you can see 8. ഒരു പാമ്പുണ്ട്. 8 എണ്ണം ഉണ്ടെന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. 8 എണ്ണം ഉണ്ട്. So this is a communication. The message which I would like to tell you is this: listen and observe. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആകുന്നത് പലപ്പോഴും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. ഒന്ന്, നമ്മൾ ലിസൺ ചെയ്യണം. മറ്റുള്ളവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ ലിസൺ ചെയ്യണം. ആസ് എ കമ്മ്യൂണിക്കേറ്റർ, ആസ് എ സ്പീക്കർ, വെൻ യു ആർ ടോക്കിംഗ്, വെൻ യു ആർ സ്പീക്കിംഗ് ഇൻ എ കോൺവെർസേഷൻ, ആര് സംസാരിച്ചു കഴിഞ്ഞാലും മറ്റൊരാൾ പറയുന്നത് കൂടി നമ്മൾ കേൾക്കണം. മറ്റൊരാളും കേൾക്കണം. തീർച്ചയായിട്ടും ലിസണിങ് ഈസ് അഗൈൻ another very important, very pertinent aspect of communication. And observation is very, very important. ഇത് ഞാൻ ഒബ്സർവേഷന്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പിക്ചർ കാണിച്ചത്, എത്ര ആനിമൽസ് ഉണ്ടെന്നുള്ള വിവരം. അതിൽ ഈ ഒബ്സർവേഷൻ ഈസ് അഗൈൻ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോക്കുമ്പോൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാം, സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കാം. വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കാം. ഒരു ഓഡിയൻസ് എന്താണ് ചെയ്യുന്നത്? ഓഡിയൻസ് മുഖത്ത് പേന വെച്ച് ചൊറിയുകയാണോ ചെയ്യുന്നത്? ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ, നമ്മൾ വീഡിയോ ഓണാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, അയാൾ വായിക്കോട്ട വിട്ടുകൊണ്ടിരിക്കുകയാണോ? ബെഡിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പടം മാത്രം വെച്ചിട്ട് പോയിരിക്കുകയാണോ? ഒബ്സർവ് ചെയ്യണം. ആൾക്കാരെ മുഴുവൻ കാണണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂക്കയിലൊക്കെ കംപ്ലീറ്റ് എന്താണ് സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സോ റബ്ബിങ് ഓൺ ദ നോസ് ഓർ റബ്ബിങ് ഓൺ ദി ഇയേഴ്സ് ഓർ റബ്ബിങ് ഓൺ ദ ഐസ്, എവിടെയാണ്? വാച്ചിലാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഓഡിയൻസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. കമ്മ്യൂണിക്കേഷന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ലിസൺ ആൻഡ് ഒബ്സർവ്. ദാറ്റ്സ് എ 9th point. Begin with empathy. That is a 10th point. 10ാമത്തെ പോയിന്റും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുമാണ്. Begin with empathy. Empathy is stepping into others' shoes. മറ്റൊരാളുടെ ചെരുപ്പിൽ കയറി നമ്മൾ നിൽക്കുന്നതാണ്. മറ്റൊരാളുടെ ഷൂസിന്റെ അകത്ത് കയറി നമ്മൾ നിൽക്കുന്നതാണ് എംപതി എന്ന് പറയുന്ന ആ ഒരു വലിയ ക്വാളിറ്റി. തീർച്ചയായിട്ടും നമ്മൾ സിമ്പതിയെ കുറിച്ചും ഒക്കെ നമ്മൾ ആപ്പതി, സിമ്പതി, എംപതി എന്നൊക്കെ പല വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് എംപതി എന്ന് പറയുന്ന ആ ഒരു വലിയ ക്വാളിറ്റി എന്താണെന്നുള്ളവരെ മനസ്സിലാകും. ഒത്തിരി സ്റ്റോറീസും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എംപതിയെ പറ്റി. അധികം കേൾക്കാത്ത ഒരു നടന്ന ഒരു കാര്യം ഞാൻ അതിൽ തന്നെ. ഞാനന്ന് തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ MBA വിഭാഗത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി അന്നത്തെ ചീഫ് മിനിസ്റ്ററാണ്. ഉമ്മൻചാണ്ടിയുടെ UN നിന്ന് വരെ പുരസ്കാരം കിട്ടിയ ജനങ്ങളോടൊത്ത് നടത്തിയ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം കോളേജിൽ ഒരു പ്രോഗ്രാം, ഏതോ ഒരു സെന്റിനിയൽ എന്തോ സെലിബ്രേഷൻസ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. And he allowed a few questions from the audience. ഓഡിയൻസിലിരിക്കുന്ന കുട്ടികളുടെ അടുത്ത്, ഡിഗ്രി കൊച്ചുകുട്ടികളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലിലുള്ള കുട്ടികളുടെ അടുത്ത് ചോദ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. കാരണം ഉമ്മൻചാണ്ടി വളരെ പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യൻ. സംസാരിച്ചിട്ട് അതേപടി ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഒന്നും ചാടി ഇറങ്ങി പോകുന്ന ആളല്ല.
ചോദ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും എനി ക്വസ്റ്റ്യൻസ് വിത്ത് ചീഫ് മിനിസ്റ്റർ. CM-നോട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, കേരളത്തെ കുറിച്ചോ എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഒരു പയ്യൻ ചാടി എണീറ്റിട്ട് ചോദിച്ചു, സാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊ എറണാകുളം കളക്ടറേറ്റിലും ജനസമ്പർക്ക പരിപാടി നടത്തി രാവിലെ 5 മണി 6 മണി 7 മണി പുലർകാല വരെ ഇങ്ങനെ നീണ്ടുപോയപ്പോൾ കളക്ടറും ഹൈബി ഈഡനും ഒക്കെ ജലപാനം പോലും ഇല്ലാതെ അദ്ദേഹത്തോടൊപ്പം നിന്ന് അവരെ കുഴഞ്ഞു വീഴാൻ പോയി എന്നുള്ള ആ ഒരു കഥ കേട്ടിട്ട് ഈ മിടുക്കൻ ചോദിച്ചു, സാർ ഈ പരിപാടി ചെയ്യുമ്പോൾ സമ്പർക്ക പരിപാടി നടത്തുമ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണം പോയി കഴിക്കാൻ മേലെ എന്ന് ചോദിച്ചു. ഞാൻ കോൺഗ്രസ്സുകാരനോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ കേരള കോൺഗ്രസിലോ ഒന്നിലും വർക്ക് ചെയ്യുന്ന ആളല്ല, ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല നമ്മൾ പറയുന്നതെന്ന് നമ്മളത് ഇത് എംപതിയുടെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ റിയലി ഹീസ് എംപത്തറ്റിക് എന്നുള്ള അദ്ദേഹത്തിന്റെ ആൻസർ, അദ്ദേഹം പറഞ്ഞ തിരിച്ചു പറഞ്ഞ ഒരു ആൻസർ ഇതാണ്: എന്റെ മുൻപിൽ വരുന്ന ജനങ്ങൾ സാധാരണ ഓഫീസിൽ ചെന്നാൽ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതും അതൊരു വലിയ കീറാമുട്ടിയായിട്ട് ജീവിതത്തിലെ പലപ്പോഴും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിലെത്തിയ ഒരു വലിയ കീറാമുട്ടി പ്രശ്നവുമായിട്ടാണ് പലപ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്ത്. സാധാരണ ഓഫീസിൽ നിയമത്തിന്റെ മുൻപിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണെങ്കിൽ പൊതുജന സമ്പർക്ക പരിപാടിയിൽ വരില്ല. മുഖ്യമന്ത്രിയുടെ ഒറ്റ തവണ നടപ്പാക്കൽ അല്ലെങ്കിൽ തീർപ്പാക്കൽ പദ്ധതി എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൽ ഒപ്പിട്ട് കൊടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീരുമാനമൊക്കെയാണ്. അപ്പൊ അത് ഒരു നിയമത്തിന്റെ മുൻപിൽ നിയമ കുരുക്കോട് കൂടിയോ അല്ലെങ്കിൽ വലിയ കീറാമുട്ടിയുമായിട്ട് പ്രശ്നമായിട്ട് അതൊരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായിട്ട് വരുമ്പോൾ ആ പ്രശ്നത്തിലെ വലിയ ഒരു ഉഴലുന്ന പ്രശ്നവുമായിട്ട് അതിന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷയോടെ ജനം ഭക്ഷണവും ജലവും അതായത് കഴിക്കാതെയും പാനം ചെയ്യാതെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കഴിക്കാൻ പോകും? അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഐ ഓൾവേസ് സീ ഫ്രം ദി അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഇങ്ങനെയാണ് പറഞ്ഞത്. സാധാരണ അദ്ദേഹം ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാറില്ല, പക്ഷെ അദ്ദേഹം നമ്മുടെ കോളേജ് വന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം സംസാരിച്ചാണ് ഐ സീ ഫ്രം ദി അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. എന്റെ മുൻപിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മറ്റാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കാണുന്നത്. അപ്പൊ ഈ വാക്ക് ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുക്കാം. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു സമയം മാത്രം. കാരണം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണം, എവിടെയായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ്. ഇതാണ് എംപതി. Seeing from the other man's point of view or being in the other man's shoes. അങ്ങനെ നിങ്ങൾക്കാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും, ഒരാളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ സ്വല്പം തെറ്റ് ചെയ്താലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നല്ല രീതിയിലുള്ള ആശയവിനിമയം ആയിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ആശയവിനിമയം ആയിരിക്കും. സോ ബിഗിൻ വിത്ത് എംപതി ഈസ് വൺ ഓഫ് ദ മെസ്സേജ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു. മൈ ഡിയർ ഫ്രണ്ട്സ്, 11ാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് the most important thing in communication is hearing what is not said. പറയാത്ത കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പറയുന്ന കാര്യങ്ങൾ മാത്രം, അതൊരു ശ്രോതാവിന്റെ ആംഗിളിൽ നിന്ന് വേണം നമ്മൾ കാണാൻ. പറയുന്ന കാര്യങ്ങൾ മാത്രം കാണുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന ആൾക്കാർ മരമണ്ടന്മാരാ ഞാൻ പറയുന്നത്. You are intelligent when you see things other than those things. പറയാത്ത ചില കാര്യങ്ങൾ, അതാണ് പറഞ്ഞ റീഡിങ് ഇൻ ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ഒക്കെ എങ്ങനെയാണ് വന്നത്. പറയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ കാണുന്ന ഒരു വലിയ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇനി പറയാനുള്ള കാര്യങ്ങൾ നല്ല വിഷ്വൽസ് ഉപയോഗിച്ച് വേണം നമ്മൾ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 90% കമ്മ്യൂണിക്കേഷൻസും ഇറ്റ് ഈസ് ത്രൂ ഐസ്. 90% കമ്മ്യൂണിക്കേഷനും കണ്ണുകളിലൂടെയാണെന്നാണ് പറയുന്നത്. ചെവികളോടെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ കണ്ണുകളാണ് പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഹാപ്പനിങ് ത്രൂ, കാരണം 70% ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ത്രൂ ബോഡി ലാംഗ്വേജ്. അപ്പൊ അതാണ് ആ ബോഡി ലാംഗ്വേജ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെവിക്ക് ഒരിക്കലും സാധിക്കില്ല. ബോഡി ലാംഗ്വേജ് ഈസ് ക്യാപ്ചർഡ് ഓൺലി ത്രൂ ഐസ്. കണ്ണുകളിലൂടെയാണ് ഒരാളുടെ ചേഷ്ടയും വികാരവും മാറ്റവും കണ്ണുകളുടെ ചലനവും. ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കും, ഒരു പയ്യന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അവന്റെ കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൻ ഓർമ്മയിൽ നിന്നാണ് എടുക്കുന്നത്, അവൻ ഉണ്ടാക്കിയാണ് പറയുന്നത്, നമുക്കറിയാൻ പറ്റും.
So which is, so the important thing is hearing what is not said. അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വിഷ്വൽസ് ഉപയോഗിക്കുക. വിഷ്വൽ സിമ്പിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Symbols are very important. Visuals are important. Ladies and gentlemen, there is another riddle for you. Another riddle for you. This is a riddle. This is a puzzle for you. Can you crack it? A woman gave birth to 2 sons, born on the same hour, same day, same year. They were not twins. How could this be? ചോദ്യം ഇതാണ്. അറിയാവുന്ന ആൾക്കാര് 15 സെക്കൻഡ് സമയം തരാം, not 10 seconds. ചാറ്റ് ബോക്സിൽ എഴുതാം. How could this be? A woman gave birth to 2 sons, born on the same hour, same day, same year. They were not twins. An example for എഴുതിയത് മാത്രം വായി കാണുന്ന ആൾക്കാരല്ല, എഴുതാത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിഡിൽ നമുക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞേ. Please try to understand what is not written here. എഴുതാത്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിഡിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. I'm giving you 15 seconds, and if you can say how this is possible, please write your answers in the chat box. Chat box il തീർച്ചയായിട്ടും എഴുതാം. Oh yes, lot of answers are coming. So a lot of answers are coming in. I'm really surprised by the answers also. Okay. കാരണം ഇതൊരു സാധാരണ റിഡിൽ ഒന്നുമില്ല. മന്തൊക്കെ സെയിം മന്ത് തന്നെ, സെയിം അവർ, സെയിം ഡേ, സെയിം ഇവർ, സെയിം ഇയർ. ഒരേ വർഷം, ഒരേ മണിക്കൂർ, ഒരേ ദിവസം ജനിച്ച ആൾക്കാരാണ് അവര്. രണ്ട് ആൺകുട്ടികളാണ്. gave birth to 2 sons. They were not twins. I think the answer, I should appreciate the answer is given by people like triples also, a triplet also a possible. Okay, more than 2 sons, more than 2 babies. So there are a lot of answers. തീർച്ചയായിട്ടും ഈ answers എല്ലാം you could see things those were not written here. ഇവിടെ എഴുതാത്തതും കാണാൻ സാധിച്ചവർക്ക് മാത്രമേ അത് ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, അതൊരു പക്ഷേ ട്രിപ്ലെറ്റ് ആകാം, 2 സൺസ് അല്ല, ഒരു ഡോട്ടറോടെ വന്നു കഴിഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻ. 3 പേരിൽ 3 അല്ലെങ്കിൽ 4, 3, 4, 5 ആകാം. It can be quadruplets also, more than two. Okay, so that's a way we should read what is not written. എഴുതാത്തതും നമ്മൾ തീർച്ചയായിട്ടും വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഐ റിയലി അപ്രീഷിയേറ്റ്. അതിന്റെ പിറകുവശത്ത് കുര്യാക്കോ സാറും ജിജോയും ഒക്കെ ട്രിപ്ലെറ്റ്സ് എഴുതിയ ആൾക്കാരിൽ പെടുന്ന ആൾക്കാരാണ്. റിയലി അപ്രീഷിയേറ്റ്. കൺഗ്രാറ്റുലേഷൻസ് ടു ദോസ് പീപ്പിൾ ഹു came out with lot of answers. നല്ല ഉത്തരം, ബുദ്ധിപൂർവ്വമുള്ള ഉത്തരങ്ങൾ തന്ന പല ആൾക്കാരും തന്നിട്ടുണ്ടാവും. നല്ല ഉത്തരങ്ങൾ തന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപ്രീസിയേഷൻസ് ആയിരുന്നു. Try to understand. 12th point which I am giving is don't be emotional. My grandfather told me once. My grandfather told me once. വളരെ കൊച്ചുനാളിൽ ഞാൻ കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മലയാളത്തിലാണ് പറഞ്ഞത്. ഇമോഷണൽ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ പ്രസ്താവനകൾക്കും സംസാരത്തിനും മെറിറ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Excuse me 1 second.
ഫാനൊന്ന് കുറച്ചിട്ട്. So my dear friends, don't be emotional. The simple thing is that when you are emotional, ഏത് സമയത്തും നമ്മൾ വളരെ പരുഷമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പരുഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇമോഷണൽ ആയിട്ട് അരിശം കയറി നിൽക്കുന്ന ചില സമയമുണ്ട്. ഏത് ഇമോഷൻ ആയിക്കോട്ടെ, അത് ഈവൻ ലവ് ആസ് ആൻ ഇമോഷൻ. മനസ്സിലായില്ലേ? ശ്രീരാമൻ വരം കൊടുത്തത് ഏറ്റവും അടുപ്പം ഉള്ള സമയത്താണ് കൈകേയിക്കാണ് വരം കൊടുത്തത്. 3 വരം കൊടുത്ത് ചുമ്മാ വരം കൊടുത്തു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയും. So this kind of promises, the words which we give, the communications which we make while during an emotion, നമ്മൾ ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ നടത്തുന്ന സംസാരത്തിന് ഒരിക്കലും മെറിറ്റ് ഉണ്ടായിരിക്കില്ല. It will not be intelligent. നമ്മുടെ ഹൃദയമാണ് സംസാരിക്കുന്നത്. It is not the brain. അപ്പോൾ ഈ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും പല അബദ്ധങ്ങളിലും കൊണ്ടുപോയി എത്തിക്കാറുണ്ട്. അത് ഏത് ഇമോഷനാണ് ഞാൻ പറഞ്ഞല്ലോ, whether it is love, whether it is anger, whatever be the thing. എന്തിനു വേണ്ടി നമ്മുടെ എന്താണ്, if you are passionate and you become very crazy enough, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മളെടുത്ത കമ്മ്യൂണിക്കേഷനും നമ്മൾ പറയേണ്ടതാണ്, it will not be with merit. തീർച്ചയായിട്ടും നല്ല പാകതയോടുകൂടി മച്ചുവേർഡ് ആയിട്ട് ഇമോഷൻ അല്ലാതിരിക്കുമ്പോൾ ശാന്തതയോടെ ഇരിക്കുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. Now we'll go to the next. ലിമിറ്റിംഗ് ഡിസ്റ്റോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്ന സോൺ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ചാപ്റ്ററിൽ പലപ്പോഴും എത്തുന്നത്. സോൺ പ്രസിഡന്റ് ഇസഡ്ജീവിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചാപ്റ്ററിൽ എത്തുന്നത് വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ പിന്നെ വാട്സാപ്പും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മെസ്സേജ് വി നീഡ് ടു ഫോർവേഡ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് നമ്മൾ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്, ഞാൻ ഇതിന് ഗ്രേപ്പ് വൈൻ എന്നുള്ള ഒരു വാചകം ഉപയോഗിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമുള്ളതാണ്. ഗ്രേപ്പ് വൈൻ ഈസ് വൺ തിങ്, എ വേർഡ് വിച്ച് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ വി യൂസ് ദ അൺഒഫീഷ്യൽ മോഡ്. ജനറലി നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ട് കാതോട് കാത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനാണ് ഗ്രേപ്പ് വൈൻ എന്ന് നമ്മൾ പറയാം. വേറൊരാളുടെ നമ്മൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് എന്താണ്, വെറുതെ ഒരാൾ മറ്റൊരാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനുള്ള പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ്, അപാകത മറ്റൊന്നുമല്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞ സാധനം ആയിരിക്കില്ല. അതൊന്ന് ഒരു പക്ഷേ എന്താണ് അവിടെ എന്ന് പറയും വളരെ സീരിയസ് ആണെന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ മരിക്കാറായിന്ന് പിന്നെ കുറെ കഴിയുമ്പോൾ പറയും. മരിക്കാറായി എന്ന് പറയുന്ന അവിടെ ചെല്ലുമ്പോൾ മരിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അപ്പൊ ഡിസ്റ്റോർഷൻസ് വളരെ കൂടുതലാണ് ഗ്രേപ്പ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഗ്രേപ്പ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇതിന്റെ അകത്തൊക്കെയുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു വലിയ പ്രശ്നം ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോ ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരാൾ മറ്റേ അറ്റം വരെ എത്തുമ്പോൾ എന്താണ് എത്തുന്നതെന്നുള്ളവരെ നമ്മളൊന്ന് നോക്കാം.
So my dear friends, നിങ്ങൾ കണ്ടു കാണും ഒരു പ്രോഗ്രാമിൽ ഒരു മനുഷ്യന് എന്താണ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കിക്ക് ചെയ്തിട്ട് എന്താണ് ആക്സിലേറ്റർ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണിച്ചാണ്. അവസാനം ചെന്ന് കഴിഞ്ഞപ്പം അവസാനം ലാസ്റ്റ് കാണിച്ചത് എന്താണെന്നുള്ള ഒരു നമ്മൾ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവസാനം വന്നു കഴിഞ്ഞപ്പം ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ അവസാനം ലാസ്റ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് എ വെരി മാസീവ് ഡിസ്റ്റോർഷൻ. എത്ര 10, 40, 50 പേരേ ഉള്ളൂ. 50 പേര് ഒരാൾ മറ്റേ അറ്റം വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും യു കുഡ് സീ ഹൗ ദ ഡിസ്റ്റോർഷൻ ഹാപ്പൻഡ്, ഹൗ ടെറിഫിക് കൈൻഡ് ഓഫ് എ ഡിസ്റ്റോർഷൻ കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പ് ഡിസ്റ്റോർഷൻ തീർച്ചയായിട്ടും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇതാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ചും ഏതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 10 പേരെ അടുത്ത് മാറിക്കഴിയുമ്പോൾ ആള് മരിച്ചത് വേറെ റീസൺ കൊണ്ടാണെന്ന് വരെ പറയും. സോ ദിസ് കൈൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ പ്ലീസ് ലിമിറ്റ്. If you want to limit distortion, use written communication. Written communication തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കണം. വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന written communication ആണ്. So written communication can limit distortion. 15th tip is nothing but use body language. If you want to improve your effectiveness of communication, body language must be used. And the body language എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബോഡി ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും മെസ്സേജ് പോകുന്നതും. അതും ശ്രദ്ധിക്കണം. When you take a stance, when you take a defensive stand, നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ മറ്റേ ആൾ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ, തലയ്ക്ക് താൽത്താമസമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ഇയാൾ പറഞ്ഞത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. ആൻഡ് ദോ ഹീസ് എഗ്രീയിങ്, അയാൾ ഇപ്പോൾ സമ്മതിച്ചെങ്കിൽ തന്നെ മാനസികമായിട്ട് എഗ്രി ചെയ്തിട്ടില്ല എന്നുള്ള വിവരം തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ നമ്മൾ തലയ്ക്ക് താൽത്താമസമുള്ള ഇന്റലിജന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഓഡിയൻസിന്റെ അടുത്ത് പറയുമ്പോൾ പോസ്റ്റേഴ്സും ജസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അറ്റ് ദ സെയിം ടൈം posters and gestures, body language will supplement, or that is the main thing of communication. More than 70% of the communication is happening through body language, not through the words or not through the written kind of thing. തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തില് ബോഡി ലാംഗ്വേജിന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഇമ്പാക്ട് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പുട്ട് ആസ് എ വെരി സിമ്പിൾ അക്രോണിം. തീർച്ചയായിട്ടും നമ്മൾ പീപ്പിൾ എന്ന് ഓർത്തിരുന്നാൽ മതി. പോസ്റ്റേഴ്സ് ആൻഡ് ജസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മൾ അംഗവിക്ഷേപങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഐ കോണ്ടാക്ട്, എവിടെയാണ് നോക്കുന്നത്, കണ്ണുകൾ നിലത്താണ് നോക്കി സംസാരിക്കുന്നതെങ്കിൽ നമുക്കറിയാം അയാൾ പറയുന്നത് നമുക്ക് സ്വീകരിക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ അയാൾ പറയുന്നത് നുണയായിരിക്കാം എന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓറിയന്റേഷൻ, ഹൗ ഡു യു പൊസിഷൻ യുവർ സെൽഫ്, എവിടെ നിൽക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള ഇംപ്രഷനും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള ഇംപ്രഷനും പെട്ടെന്ന് പെർസെപ്ഷൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഓറിയന്റേഷൻ, ഓഡിയൻസിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പിറകിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, എപ്പോഴാണ് എവിടെയാണ് നിൽക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ. യുവർ പ്രസന്റേഷൻ, എങ്ങനെയാണ് ഡെലിവർ മെസ്സേജ് ചെയ്യുന്നത്, പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്സ്, നോട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുവർ ലുക്സ്, യുവർ അപ്പിയറൻസ്,
Dress is again all the more important. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഡ്രസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. You are well dressed, which means your communication will be well received. Expressions of emotion also. Facial expressions എങ്ങനെ നമ്മൾ ചെയ്യുന്നു. People is the key for using the body language. Last part. I've taken an addition 5 minutes. 12:30 വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. I think I can take 2 more minutes for this. Communication in the digital world happens through WhatsApp, email, and social media. Communication in the digital world happens through emojis and emoticons. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ എഴുത്തിൽ മഹാമടിയന്മാരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇമോജി എടുത്തങ്ങൾ നമ്മൾ ഇടുന്ന ഇമോജിയുടെ അർത്ഥം നമുക്ക് അറിയത്തില്ലെങ്കിൽ the meaning will be perceived in a totally different way. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. You should be very, very careful when you fix or when you fit in some kind of emojis with any of the message. മെസ്സേജുകൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എടുത്തങ്ങ് അലക്കാണ്. ചിലപ്പോൾ അതെന്താണ്, ചുവന്ന കളറിലുള്ള ഒരു ബട്ടൺ ആയിരിക്കും എടുത്ത് നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും. So what is the message which you are giving? What is the real messages? ഇമോട്ടിക്കോൺ ഡിക്ഷണറി തന്നെയുണ്ട് ഇപ്പോൾ. ഇമോട്ടിക്കോണിൽ ഇമോജീസിന്റെ ഡിക്ഷണറി തന്നെയുണ്ട്, ഡിക്ഷണറീസ് തന്നെയുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇത് ആദ്യമേ തന്നെ നമുക്കറിയാം. ഇത് ഓരോന്ന് കണ്ടറിയാം. ആൻസൈറ്റി, ഇതിന്റെ അർത്ഥം അറിയാമായിരുന്നു. ആങ്കർ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ടയർഡ്നെസ്, തീർച്ചയായിട്ടും നമുക്കറിയാം. നമുക്ക് എന്താണ് ഓരോ ഇമോജീസിന്റെയും അല്ലെങ്കിൽ ഇമോട്ടിക്കോണിന്റെയും അർത്ഥം നമുക്ക് അറിഞ്ഞിട്ട് വേണം അറിയാം. അതിനു മുമ്പ് നമ്മൾ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോൾ എന്തൊക്കെയാണ് ആർക്കറിയാം എന്റെ മീനിങ് എന്തൊക്കെയാണ്. പല ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഈയിടെ ഒരു സർവേ നടത്തിയപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവേ, ഏറ്റവും കൂടുതൽ മെസ്സേജിൽ വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സർവേ നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 20% കൂടുതൽ മെസ്സേജ് വരുന്നത് OMG എന്ന് പറയുന്ന മെസ്സേജാണ്. OMG എന്ന് പറയുന്ന മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. ഓ മൈ ഗോഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത് വരുന്ന ഒരു മെസ്സേജാണ് PAW. പലരും കേട്ടിട്ടുണ്ടാവും. സർവേ നടത്തിയപ്പോൾ കിട്ടിയ ഒരു മെസ്സേജാണ്. PAW മെസ്സേജ് എന്താണെന്ന് എനിക്ക് ഒരു ആകാംക്ഷയോട് ഞാൻ വായിച്ചു നോക്കി. ഇതായിട്ട് വായിച്ചു നോക്കി മനസ്സിലായി. ഏറ്റവും കൂടുതൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ അയക്കുന്ന മെസ്സേജ് അമേരിക്കയില് കുട്ടികളൊക്കെ ആയിരിക്കും അയക്കുന്നത് എനിക്ക് തോന്നുന്നു. PAW, പേരൻസ് ആർ വാച്ചിങ്. കാരണവന്മാർ ഇത് നോക്കുന്നുണ്ടെന്ന്. ഇടയ്ക്ക് എന്താണ് നല്ല കുശലാന്വേഷണം നടത്തുന്ന എന്താണ് അതിന്റെ ഇടയിലാണ് PAW എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഷോർട്ട് ഫോംസ് അയക്കുമ്പോൾ അത് നമ്മൾ പോപ്പുലർ ആണോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും പല രീതിയിലും കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ ഇഫ് യു വാണ്ട് ടു സെൻഡ് ഇറ്റ് ഇൻ എ പ്രൈവറ്റ് മെസ്സേജ് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലേൺ ഓൾ ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസ് നമ്മൾ വാട്സാപ്പ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്സാപ്പ് മെസ്സേജ് സമയം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാലും ക്ലോക്ക് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദിസ് തിങ് യു ഷുഡ് ലേൺ. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ലേൺ ചെയ്യണം. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മെയിൽ ട്രാക്ക് പോലത്തെ സംവിധാനമുണ്ട്. അയാൾ വായിച്ചോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അയച്ച ആൾക്ക് മെയിൽ കണ്ടോ എന്നുള്ളത്. മെയിൽ ട്രാക്ക് വഴി അയക്കുന്നെങ്കിൽ നമുക്ക് മറ്റേ ആൾ ഇമെയിൽ കണ്ടോ എന്നുള്ളവരെ നമുക്ക് അറിയാൻ പറ്റും. മെയിലിനുള്ള വലിയ പ്രശ്നം ഇതാണ്. വാട്സാപ്പിന്റെ പ്രശ്നമല്ല. വാട്സാപ്പിന് അറിയാം, നീല വര വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. മറ്റേ ആൾ കണ്ടു എന്നുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര പേർ കണ്ടു ഇൻഫോർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും, ഇൻഫോ എടുക്കാൻ പറ്റും. ഇങ്ങനെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയ, മെയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിനൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം. നമ്മൾ മെയിൽ അയക്കുമ്പോൾ സാധാരണ നമ്മൾ സിഗ്നേച്ചർ ഉപയോഗിക്കാറുണ്ടോ? നിങ്ങളുടെ താഴെ മെയിൽ സാധാരണ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മെയിലിൽ സിഗ്നേച്ചർ പ്രൊവിഷൻ ഉണ്ട്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡെസിഗ്നേഷൻ, ഫോൺ നമ്പറും മെയിലുകളും എല്ലാം ചേർത്തിട്ട് സിഗ്നേച്ചർ പരുവത്തിൽ വെക്കാം. നിങ്ങൾ ഓരോ മെയിൽ അയക്കുമ്പോഴും താഴെ നമ്മൾ മെയിലിൽ നിങ്ങളുടെ പേരടിക്കേണ്ട ആവശ്യമില്ല. ഒരു റിഗാർഡ്സ് അടിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സിഗ്നേച്ചർ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാ മെയിലിലുള്ള ഓപ്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെ ഗ്രൂപ്പ് മെയിലുകൾ അയക്കണം, എത്ര ഗ്രൂപ്പ് മെയിൽ നമുക്ക് അയക്കാൻ പറ്റും, വാട്സാപ്പിൽ എത്ര അയക്കാൻ പറ്റും, വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റ് എത്ര അയക്കാൻ പറ്റും, ബ്രോഡ്കാസ്റ്റിൽ പിക്ചർ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുമോ, മുൻപ് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ തീർച്ചയായിട്ടും JCIയുടെ ലീഡേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് തീർച്ചയായിട്ടും അയക്കേണ്ടി വരും. ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ത്രൂ വാട്സാപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റൈറ്റ് നൗ. കാരണം വാട്സാപ്പ് ഈസ് ബിക്കമിങ് ആൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ദീസ് ഡേയ്സ്. കഴിഞ്ഞ കുറെ നാൾ മുൻപ് വരെ
നമ്മുടെയൊക്കെ കോളേജിൽ, ഞങ്ങളുടെയൊക്കെ കോളേജിൽ വരെ ഞങ്ങളുടെ ഇമെയിൽ ഗ്രൂപ്പിൽ ഇമെയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നോക്കിയാൽ മതി. ഇമെയിൽ അയക്കണം. നൗ വി ആർ ഫാക്കൽറ്റി ഗ്രൂപ്പ് ഈസ് ദർ. ഫാക്കൽറ്റി ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേഷൻ വിട്ടാൽ മതി. ഇറ്റ് ഹാസ് ബിക്കം ഒഫീഷ്യൽ. ഇറ്റ് ഈസ് ഒഫീഷ്യലൈസ്ഡ് റൈറ്റ് നൗ. അപ്പൊ തീർച്ചയായിട്ടും ലീഡേഴ്സ് ആകാൻ പോകും നിങ്ങൾക്ക് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് അയക്കണം, എങ്ങനെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മെസ്സേജുകൾ അയക്കണം, പ്രൈവറ്റ് മെസ്സേജുകൾ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന മെസ്സേജുകൾക്ക് ഇങ്ങനെ പ്രൈവറ്റ് മെസ്സേജുകൾ അയക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളുടെ ആവശ്യകത തീർച്ചയായിട്ടും വരും. കാരണം when you are becoming leaders, you need to send lot of messages to lot of people. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് and if you think വിട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത മെസ്സേജുകളാണെങ്കിൽ, മെയിലാണ്, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ, ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്തൊക്കെ ഇടാം, റിമൂവ് ചെയ്യാൻ പറ്റും. വേറെ മെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല, കറക്ഷൻ മെയിൽ അയക്കാൻ പറ്റുള്ളൂ. സോ വെൻ യു ആർ സെൻഡിങ് മെയിൽസ്, മെയിൽ പോലത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ രണ്ടാമത് തിങ്ക് ബിഫോർ യു സെൻഡ് ഇറ്റ്. അയക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കാം. My dear friends, this is about digital communication in the digital world. I am not taking much of a time. തീർച്ചയായിട്ടും പറഞ്ഞ സമയത്തിൽ നിന്ന് 10 മിനിറ്റ് കൂടുതൽ കടന്നുപോയി. And it was a 1-hour session planned, and 11:17. I think I took only 2 minutes late, 2 minutes more. Okay. Thank you everybody for listening to me very patiently. And thank you lead mentors and group members for giving me an opportunity to present my findings on communication. Thank you very much. Hello dear friends. Hi. Samson സാറേ, നമുക്കൊരു സംശയങ്ങളൊക്കെ ആവാമല്ലേ? ക്ലാരിഫിക്കേഷൻസ്, ഡൗട്ട്സ്? ഒബ്വിയസ്ലി സാറൊക്കെ ഉള്ളപ്പം പിന്നെ സംശയം ചോദിച്ചാലും അറിയാൻ പാടില്ല. വിദഗ്ധന്മാരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. യു ക്യാൻ ആസ്ക് എനിത്തിങ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഹരീഷിനെ ഒക്കെ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുക. നിങ്ങൾ കൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. യെസ് ഹരീഷ്. 14th പോയിന്റ് സാർ, ഹരീഷേ, ഓഡിയോ ക്ലിയർ ആയില്ലോ? 14th പോയിന്റ് മിസ്സായി എല്ലാവരും വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 14th പോയിന്റ്. ഓക്കെ, ചാറ്റ് ബോക്സ്. ഓക്കെ, മറ്റേ ആ ഒരു പിക്ചർ കാണിച്ചതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ പടം ഒന്നും പടം കണ്ടില്ല. പടം I'll share. Okay, I've stopped sharing. Okay. Thank you for making me. ഓഡിയൻസ് മറുപടി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ല സോറി, പാർട്ടിസിപ്പൻസ് മറുപടി പറയുന്നില്ലെങ്കിൽ ഓഡിയൻസിലേക്ക് വിടുന്ന ഒരു ഇതുണ്ട് ക്വിസിന്റെ അത് കേട്ടോ. ഓക്കെ നമുക്ക് ആ ഒരു സ്ലൈഡ് ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഓക്കെ. I think 14 point missed it. Okay. 20 കൊടുത്തില്ല, അതിലായിരിക്കണം. അതിലെ 14th പോയിന്റ് ആയിരിക്കണം. 14th I think സ്ലൈഡ് അറിയാതെ മാറിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ. ഈ സ്ലൈഡിൽ കാണോ, can you find the mistake here എന്നുള്ളതാണ് ചോദ്യം. അല്ലല്ല, മിസ്റ്റേക്ക് ഹിയർ അല്ല, മിസ്റ്റേക്ക് ഇതാണോ? Respect people. അതിന്റെ അകത്തൊരു look there. 1 equal to 1, 2 equal to 2. Come on fast. എന്തെങ്കിലും ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ പറയാണ്ടേ പറയാട്ടോ. What's the mistake there? Can you find the mistake? 1 1 2 2 3 4 5 5 6 6. സമയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ബോറാകും കേട്ടോ. സാർ മിസ്റ്റേക്ക് സ്പെല്ലിംഗ്. ഓക്കെ. ഇതാണ് പലപ്പോഴും 90% ഓഫ് ദ പീപ്പിൾ മിസ് ദിസ്. ഇത് ഈ റെഡിലിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. 90% ആൾക്കാരും എന്താണ് ഇത് മിസ് ചെയ്യും. റെഡിൽ വെറുതെ തന്നു മാത്രമേ ഉള്ളൂ. അവിടെ മിസ്റ്റേക്ക് വേറെ ഒന്നുമല്ല, മിസ്റ്റേക്കിന്റെ സ്പെല്ലിംഗിലാണ് മിസ്റ്റേക്ക്. ഓൾ അതർ തിങ്സ് ദേ ആർ ഓൾ റൈറ്റ്. മിസ്റ്റേക്ക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് മിസ്റ്റേക്ക്. അപ്പൊ മിസ്റ്റേക്കിന്റെ സ്പെല്ലിംഗ് തന്നെയാണ്. സോ ആ ഒരു ധൃതിയില് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ധൃതി കൂട്ടണ്ട, എന്താണ് ആൾക്കാരോട് എന്താണ് കുറച്ച് ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് ആ ഒരു റെഡിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്നുള്ള ഒരു ഭയങ്കരമായ ഒരു കോമ്പറ്റീഷനിൽ
ഇതുപോലുള്ള കോമ്പറ്റീഷൻസ്, കമ്മ്യൂണിക്കേഷൻ കോമ്പറ്റീഷൻസ് നമ്മളെല്ലാവരും ട്രെയിനേഴ്സ് ഒക്കെ നടത്താറുണ്ട്. ഇതുപോലുള്ള ഒരു ഭയങ്കര ഹറിയപ്പ് ചെയ്യുമ്പോൾ താഴോട്ടുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ ക്യാൻ യു ഫൈൻഡ് മിസ്റ്റേക്കിന്റെ സ്പെല്ലിംഗ് ആരും കാണാറില്ല. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞ 14ാമത്തെ പോയിന്റ് മറ്റൊന്നല്ല, റെസ്പെക്ട് അതേഴ്സ് വെൻ യു സ്പീക്ക്. നമ്മൾ മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്. വെൻ യു റെസ്പെക്ട് പീപ്പിൾ, കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി റൈറ്റ് ആൻഡ് എഫക്റ്റീവ്. ഒരു റെസ്പെക്റ്റും ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി നമ്മൾ സംസാരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. വെൻ യു റെസ്പെക്ട് പീപ്പിൾ, കമ്മ്യൂണിക്കേഷൻ വിൽ ബി മോർ എഫക്റ്റീവ് എന്നതാണ് ആ ഒരു മെസ്സേജിൽ നമുക്ക് കാണാൻ. ദാറ്റ് ഇസ് ദ 14th point. Very good. Thank you very much. I think we stop sharing and over to others for questions. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. So dear participants, come on. Your queries, doubts. എന്തോ ആർക്കും ചോദ്യങ്ങളൊന്നുമില്ലേ? ഹലോ. ഹായ് സർ, ഞാൻ നീന. സർ, ഞാൻ ഇതൊരു ഡൗട്ട് ആയിട്ടില്ല, എൻ്റെ ഒരു എപ്പോഴെങ്കിലും തോന്നിയ ഡൗട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് എങ്ങനെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പലപ്പോഴും എടുക്കാറുണ്ട്. ഇത് ഞാനത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യം. ഞാൻ പറഞ്ഞാലും ചിലപ്പോ അതിന്റെ ഒരു പോയിന്റ് അയാൾ ചിന്തിച്ചെടുക്കുന്നതാണത്. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? മേ ബി അയാളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. ഞാൻ എന്താണോ പറയുന്നത് ആ രീതിയിലല്ല ആളെടുക്കുന്നത്. ആളെന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ആ രീതിയിലാണ് ആളെടുക്കുക. അത് ഡാറ്റിനെ ചോദിക്കുമ്പോൾ നീ അങ്ങനെ അന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എന്ന് പറയും. മേ ബി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ഞാൻ അന്ന് അങ്ങനെയാണോ പറഞ്ഞത്. സോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരാറുണ്ട്. സോ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ എന്താണ് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നെങ്കിൽ, ഓഡിയോ മെസ്സേജ് ആണ് അയക്കുന്നതെങ്കിൽ, സോ ദാറ്റ് ഈസ് വെൽ റെക്കോർഡഡ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഐ ഇന്റൻഡഡ് ദിസ് അല്ലെങ്കിൽ ഐ മീൻ ദിസ്, ഇന്റർപ്രിട്ടേഷൻ മാത്രമേ പിന്നീട് വരികയുള്ളൂ. മറ്റൊരാൾ നമ്മൾ തീർച്ചയായിട്ടും ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. പല ആൾക്കാരും ഒരാൾ ഇങ്ങനെയാണ്, അവൻ എന്തായാലും അങ്ങനെ പറയുള്ളൂ, അവൾ എന്തായാലും അങ്ങനെ ചെയ്യുള്ളൂ, ഇവൻ എന്തായാലും ഇങ്ങനെ പറയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ബയസ് എപ്പോഴും തീർച്ചയായിട്ടും പല ആൾക്കാരുടെ മനസ്സിലും കേട്ടിട്ടുണ്ടാവും. ബയസ്ഡ് ആയിട്ടായിരിക്കും ആൾക്കാർ പോലും. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പെർസെപ്ച്വൽ ആയിട്ടുള്ള എറേഴ്സ്, സ്റ്റീരിയോ എഫക്ട്, അങ്ങനെയുള്ള പല എഫക്റ്റുകളും തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ ഹാലോ എഫക്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോരുള്ള സമീപനം അല്ലെങ്കിൽ അനുസരിച്ച് കമ്മ്യൂണിക്കേഷനിൽ ഇന്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലെ പെർസെപ്ഷനും വ്യത്യാസം വരും. തീർച്ചയായിട്ടും വ്യത്യാസം വരും. അത് വ്യത്യാസം വരുത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. വാട്സാപ്പിലൊക്കെ ഉണ്ടല്ലോ, വാട്സാപ്പിൽ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് ഉപയോഗിക്കുക. റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതർ ലേണർ പീപ്പിൾ ക്യാൻ ഇന്റർഫിയർ ആൻഡ് സ്പീക്ക്. കുര്യാക്കോ സാറോ, ജിജി സാറോ, ഹരീഷോ, അങ്ങനെയുള്ള വേറെ ട്രെയിനേഴ്സ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. യു ക്യാൻ ആഡ് ഓൺ ടു ദിസ്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. നീന, ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. എന്താ പറയുക, ഇപ്പം ചില സിറ്റുവേഷനിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോ ബേസിക്കലി എന്താ പറയുക, ഒരു പാസ്റ്റ് ബിലീഫ് ഉണ്ടാവുമല്ലോ. നമുക്കൊരു പാസ്റ്റ് ഇൻസിഡൻസും നമുക്ക് ജീവിതത്തിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് ഇൻസിഡൻസ് ആണ് അങ്ങനെയുള്ള ചില തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസിന് കാരണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആ ഏരിയ കറക്റ്റ് ചെയ്താൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. പലപ്പോഴും ഇതിപ്പം ഒരു ഒഫീഷ്യൽ ഫോറത്തിൽ ഇത് അത്ര വലിയ പ്രോബ്ലം അല്ല, പക്ഷെ പേഴ്സണൽ ഫോറത്തിൽ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഒഫീഷ്യൽ ഫോറത്തിൽ നമുക്കൊരു ഒഫീഷ്യൽ മെയിലോ വാട്സപ്പോ ചെയ്ത് അവിടെ ഇഷ്യൂ അവിടെ തീർക്കാൻ പറ്റും. പക്ഷെ പേഴ്സണൽ ഫോറത്തിൽ വരുന്ന സമയത്ത് എവിടെയാണോ ഈ ഒരു എന്താ പറയാ, മുന്നേ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ ഈ ഒരു തെറ്റായുള്ള ഇന്റർപ്രിട്ടേഷൻസ് വരുന്ന ആ ഏരിയയിൽ കറക്ഷൻ നടക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ അഡ്രസ് ചെയ്തെന്ന് തോന്നുന്നു പോയിന്റ്. നീന, തീർച്ചയായിട്ടും ഒരു മനസ്സ് തുറന്ന തുറവിയോടുകൂടുള്ള സമീപനം, തുറവിയോടുള്ള ഒരു ഒറ്റ സിറ്റിംഗിൽ ഇതുപോലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ബയസുകളും പെർസെപ്ച്വൽ എറേഴ്സും മാറ്റാൻ പറ്റും.
എന്ന് നമുക്ക് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ട ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ സാറേ പറഞ്ഞു. പ്രോബബ്ലി ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ഈസി ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആസ് വെൽ ആസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ്, കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് ആസ് വെൽ ആസ് ലോങ് സെന്റൻസസ്, ഇത്രയും സാധനങ്ങൾ അങ്ങ് അവോയ്ഡ് ചെയ്യും. വളരെ ചുരുങ്ങിയ ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറയാൻ പറ്റി കഴിഞ്ഞാൽ അതിന് ഒരുപാട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വേർഡ്സ് പോലും കഴിയുന്നതും സിംഗിൾ മീനിങ്ങിൽ വരുന്ന ചാൻസസ് കുറവ്. സിമ്പിൾ സെന്റൻസ് ആക്കുക, ദാറ്റ് ഇസ് മെയിൻ തിങ്. വളരെ സിമ്പിൾ സെന്റൻസ് ആക്കുക, ഷോർട്ട് സെന്റൻസ് ആക്കുക നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ. കാരണം നമുക്കറിയാം ചില ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വേണം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് വേറെ ഒരു രീതിയിലേക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയിരിക്കും, ഒറ്റ മെസ്സേജ് ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും. അങ്ങനെ ബ്രേക്ക് ചെയ്യുക. വലിയ സെന്റൻസ് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ സാധനങ്ങളാക്കി കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മിസ്ഇൻറ്റർപ്രറ്റ് ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. അതുണ്ടാവും, കുറച്ചൊക്കെ അത് ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ തന്നെ ഇല്ലേ സാംസൺ സാറേ? എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് ഫെയിൽ ആവും. ഞാൻ പറഞ്ഞിട്ടെ, എനിക്ക് തോന്നുന്നത് നീന്നെ ചോദിച്ച് ചിലപ്പോ ഈ ഫ്രണ്ട്ലി ടോക്കിലുണ്ടല്ലോ, ഇപ്പൊ നമ്മള് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു പോരുന്നു. പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആരോടാണോ പറഞ്ഞേ അവര് കാണുമ്പോൾ എടി നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേരാ, നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞു പറയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരെ നമ്മളുടെ മേൽ അവർ വിൻ ഓൺ ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഏത് ഭാഷയിൽ ഈ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന പറഞ്ഞുണ്ട്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ. ഇത് ഇപ്പൊ ജിജി പറഞ്ഞോട് ചേർത്ത് വയ്ക്കാം, ആംബിഗ്യൂസ് ആയിട്ടുള്ള സെന്റൻസുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എക്സാമ്പിൾ പറയാം, ഇപ്പൊ ചോംസ്കിയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം, ഫ്ലൈയിങ് സോസേഴ്സ് ക്യാൻ ബി ഡേഞ്ചറസ്, ഫ്ലൈയിങ് സോസേഴ്സ് ക്യാൻ ബി ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? സാറേ അടുക്കളയിലാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അടുക്കളയിലാണ് ഒന്നത് അല്ലേ? ഇത് ആംബിഗ്യൂസ് സെന്റൻസ് ഒന്നുമല്ല. എയ്തർ ഇറ്റ് ക്യാൻ ബി ഫ്ലൈയിങ് സോസേഴ്സ്, പറക്കും തളികകൾ ആവാലോ, അല്ലെങ്കിൽ ഫ്ലൈയിങ് സോസേഴ്സ് ഈ പാത്രങ്ങളില്ലേ, ഇപ്പൊ ജിജി പറഞ്ഞാൽ അടുക്കളയിലാണ് ഈ പാത്രങ്ങൾ എടുത്തെറിയുന്നത്, ക്യാൻ ബി ഡേഞ്ചറസ്. അവിടെ ഞാൻ ഫ്ലൈയിങ് സോസേഴ്സ് ഈസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ സംശയമില്ല, ഫ്ലൈയിങ് സോസേഴ്സ് ആർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഫ്ലൈയിങ് സോസേഴ്സ് ആർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈയിങ് സോസേഴ്സ് സബ്ജക്ട് ആവുന്ന അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട്സ് ആ പറക്കും തളികള്. ഫ്ലൈയിങ് സോസേഴ്സ് ഈസ് ഡേഞ്ചറസ്, ഫ്ലൈയിങ് ഈസ് ഡേഞ്ചറസ്, അത് പാത്രങ്ങൾ എറിയുന്നതിനാ. ഇത് മലയാളത്തിലുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ വിദ്യാർത്ഥി ബസ്സിന് നേരെ കല്ലെറിഞ്ഞു, എന്താ അതിന്ന് മനസ്സിലാവുന്നേ? രണ്ടർത്ഥമുണ്ട്. വിദ്യാർത്ഥി ബസ്സിന് നേരെ കല്ലെറിഞ്ഞു എന്നും, അല്ലെങ്കിൽ വിദ്യാർത്ഥി ബസ് സ്കൂൾ ബസ് ഉണ്ടല്ലോ അതിന് നേരെ കല്ലെറിഞ്ഞു. ഇതിന് ചേർത്ത് വായിക്കാന്ന് ഒരു തമാശയോടെ പറഞ്ഞു, തമാശയല്ല, ഒരു ബന്ധു ദിവസം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയാ. എന്താണെയോ അതിങ്ങനെയാ വാർത്ത വന്നത്, പോലീസിന്റെ സഹായത്താൽ ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിലാക്കി. എന്താ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഇത് എന്ത് വൃത്തിയോടെ പറഞ്ഞേക്കണെന്ന് ചോദിക്കും. വേണമെങ്കിൽ ഒന്ന് തിരിച്ചറിയാം അല്ലേ? ഗർഭിണിയായ സ്ത്രീയെ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിലാക്കി, അല്ലെങ്കിൽ പോലീസിന്റെ സഹായത്താൽ ഒരു പോസ ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിലാക്കി. അപ്പൊ നമ്മൾ പറയുന്നതാണ്, നമ്മൾ പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട്. അതാണ് സാംസർ ആദ്യം പറഞ്ഞു, ജിജി അതോട് ചേർത്ത് പറഞ്ഞു, യൂസ് സിമ്പിൾ ലാംഗ്വേജ്, ലളിതമായ ഭാഷ ഉപയോഗിച്ചാൽ മതി. ലളിതമായ ഭാഷ നമ്മൾ പറയുമ്പോ വി ആർ അതോറിറ്റി വാട്ട് വി സർ, നമ്മൾ പറഞ്ഞാൽ അതോറിറ്റി നമ്മളാണ്. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഇതിന് തമാശന് കളിക്കുന്നത് ആര് കളിച്ചാലും വി സിംപ്ലി സ്റ്റേ ഓൺ വാട്ട് വി സർ, നമ്മൾ പറഞ്ഞാൽ ഉറച്ചു വെക്കുക. ഓക്കെ, ഞാൻ ഇച്ചിരി നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഇല്ല കുഴപ്പമില്ല. കൺഫ്യൂഷൻ തീർന്നു. ഓക്കെ, ഞാൻ ഐൻസ്റ്റീന്റെ വേർഡ്സ് പറഞ്ഞു. നീന ഒന്നുള്ളൂ, ഇപ്പൊ സൻസർ എന്ന് പറഞ്ഞ പോയിന്റുകളിൽ തന്നെ അതിന് വേറെ സൊല്യൂഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ടോൺ, പോസ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഹരീഷ് ഓഡിയോ കട്ടായെന്ന് തോന്നുന്നു. ഓഡിയോ കട്ടായി പോയി. ഓക്കെ, സംസാറേ അവിടെ ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഐൻസ്റ്റീന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ. യെസ്, അത് ഞാൻ അതിന്റെ മീനിങ് ഇട്ടിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് ഇന്റർപ്രറ്റ് ഐൻസ്റ്റീൻ വേർഡ്സ്? ഐൻസ്റ്റീന്റെ വാചകത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞു, ഒരെണ്ണത്തിൽ കൗണ്ട് ചെയ്യാന്നുള്ള മീനിങ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ,
കൗണ്ട്സ് ബാധിക്കുന്ന. ഞാൻ ചാറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട് എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഈസ് ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് എവറിത്തിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ക്യാൻ ബി കൗണ്ടഡ്. വളരെ സിമ്പിളായി കൗണ്ട് എന്നുള്ള വാക്കിന് രണ്ടർത്ഥം ഉണ്ട്. ഓക്കെ, അത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് പ്രാധാന്യം ഉള്ള പ്രധാനപ്പെട്ട സാധനമല്ലെന്നാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു മീനിങ്. ഞാനത് ഇട്ടിട്ടുണ്ട്, ചാറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും ചാറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, the meaning, the interpretation of, or the exact meaning of what is told by Einstein. Okay, അതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനി അതർ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളൊന്നും കൂടുതലില്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. 1 മണിയായി. ഹലോ സർ. യെസ്, രാജ്മോഹൻ. രാജ്മോഹൻ, ഞാൻ കൈ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി സർ, ഇറ്റ് ഈസ് ടു ലേറ്റ് ഓൾസോ. എനിവേ സർ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. എനിക്കൊരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു സാർ, ഡോണ്ട് ബി ഇമോഷണൽ. 12ാമത്തെ പോയിന്റ് പറഞ്ഞു. ഇത് പല മീറ്റിംഗിലും പല ആൾക്കാർ ഇമോഷണൽ ആയിട്ടാണ് ഇഷ്യൂസ് കാണുന്നത്. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളൊരു പ്രൊഫഷണൽ, നമ്മുടെ ഭാഗത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ഹൈലി പ്രൊവോക്കിംഗ്, നമുക്ക് സാർ ഇപ്പൊ മീഡിയ ഇതിലൊക്കെ കാണാം പൊളിറ്റീഷ്യൻസ് പ്രൊവോക്ക് ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരു ഹൈലി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ വന്നാൽ വാട്ട് വി നീഡ് ടു ഡു? നോ കമന്റ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രീറ്റഡ് ആസ് ഓക്വേർഡ് ഓൾസോ. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് എന്താ സാർ ബെസ്റ്റ് മെത്തേഡ് ടു കമ്മ്യൂണിക്കേറ്റ്? I don't want to answer, I don't want to provoke you, and I don't want to lose my എന്താ പറയാ ഇമേജസും മറ്റേതും മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എപ്പോഴും JCIയിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണലായിട്ട് എടുക്കാതിരുന്നാൽ മാത്രം മതി. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഞാൻ പറയുന്നത് ഇമോഷണൽ ആകാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും ഇമോഷണൽ ആകും, പക്ഷേ എന്താണ്, നോട്ട് at this point of time when you are in a public place. തീർച്ചയായിട്ടും JCIയുടെ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകളിലോ, സോണൽ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റേത് മീറ്റിങ്ങുകളിലോ ഇമോഷണൽ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പേഴ്സണലായിട്ട് നമ്മളൊരു വികാരം, ഒരു ഇമോഷൻസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വേദികളിലൊന്നും ഇതുവരെ ഇമോഷണലായിട്ട് സംസാരിക്കാറില്ലാത്ത ഒരാളാണ്. പലപ്പോഴും ബി ഡിപ്ലോമാറ്റിക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഏത് ചോദ്യവും വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും, വളരെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും, എംബറാസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും, പാനിക്കിൽ പെടുത്തുന്ന ചോദ്യങ്ങളും, ഹരാസ് ചെയ്യുന്ന ചോദ്യങ്ങളും ഒക്കെ വരുമ്പോഴും ബി വെരി ഡിപ്ലോമാറ്റിക്. അതിൽ നമ്മൾ വേണ്ട ഒരു കാര്യം, കീപ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസാന്നിധ്യം കൂടെ കൊണ്ടുനടക്കാം. വേവറിംഗ് മൈൻഡ്, ചഞ്ചലചിത്തനായി പോയി കഴിഞ്ഞാൽ ഏത് ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ പതറിപ്പോവും, പിടിവിട്ടിപ്പോവും. അങ്ങനെ പിടിവിട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കീപ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്, ഓൾവേസ് കീപ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. അങ്ങനെ ആ ഒരു ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും, ഹരാസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു മനസാന്നിധ്യം കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ അതിന് മറുപടി പറയാൻ സാധിക്കും. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. അത് പേഴ്സണലായിട്ട് എടുക്കരുത്. കാരണം ഇമോഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ജിജി സാറിന്റെ ഒരു ക്ലാസ് നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ജിജി സാറിന് തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് കാണും എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് ഓവർ ടു ജിജി. Thank you, sir. Rajmohan, not only to Rajmohan, to each and everyone. ഞാനൊരു കാര്യം ഞാൻ പറയാം. ഒരുപക്ഷെ എന്നെ കുറിച്ച് പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾ പുതിയ തന്നെ അറിയില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ ഇത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പലപ്പോഴും സീനിയേഴ്സിനോട് കുര്യാക്കോസ് സാറ് സാൻസർ ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ ഓൺ ദ ഫേസ് ഞാൻ കയറി അടിക്കുന്ന ഒരാളാണ്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. അവിടെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ എടുക്കാൻ പറ്റും രാജ്മോഹൻ. The thing is that whether you are firing the individual or whether you are responding towards the action or the situation എന്നുള്ളൊരു സിസ്റ്റം. ഞാൻ എപ്പോഴും വളരെ ഫോക്കസ് ആയിട്ട് ഞാൻ ഇന്നും അത് നമ്മളൊരു ബിഹേവിയർ ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒരു സാധനമാണ്. അതായത് ഒരു ഇൻസിഡന്റ് നടന്നു, ആ ഇൻസിഡന്റിൽ ഉൾപ്പെട്ട വ്യക്തിനെയാണോ നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതോ നിങ്ങൾ ആ പർട്ടിക്കുലർ ഇൻസിഡന്റിനെയാണോ നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. I hope the message is clear. Yes. അതായത് നമ്മൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാം, പക്ഷെ ആ വ്യക്തിനെ ആകരുത്, മറിച്ച് ആ വ്യക്തി ചെയ്ത പ്രവൃത്തിനെ ആകണം. So instead of the individual, you have to blast or you have to criticize or you have to shout, whatever it is, it should be on the particular action. Say for example, രാജ്മോഹൻ ഒരു കാര്യം ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആ ചെയ്ത കാര്യത്തിനെ കൊണ്ട് കയറി ഞാൻ അടിച്ച് തീർത്ത് കളയും. പക്ഷെ ഞാൻ രാജ്മോഹൻ, there is nothing between me and you, only regarding that particular incident or that particular action. അവിടെയാണ് ഞാൻ അടിക്കുന്നത്. I hope the message is clear.
പക്ഷെ Yes, very പലപ്പോഴും clear. നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 90% നമ്മൾ ആക്ഷൻ പകരം നമ്മൾ ആ ഇൻഡിവിജ്വലിനെ കയറി അടിക്കും. അത് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ആവാൻ വലിയ കാര്യമാണ്. Moreover, there are So don't yes, Gigi, പറഞ്ഞോ. Don't criticize the individual at any cost, but criticize the action. Even നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ കുട്ടീനെയല്ല, ആ ചെയ്ത തെറ്റിനെയാണ് നിങ്ങൾ വിമർശിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരിക്കലും നിങ്ങളോട് ബഹുമാനം നഷ്ടപ്പെടില്ല. മറിച്ച് നിങ്ങൾ കുട്ടീനെയാണ് നീ ശരിയല്ല, നീ ശരിയാവില്ല, നീ ചെയ്തത് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ആ കുട്ടിയിൽ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. മറിച്ച് നീ ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബുൾഷിറ്റ് എന്ന് പറയുന്നതും യു ആർ ബുൾഷിറ്റ് എന്ന് പറയുന്നതുമായിട്ടുള്ള ഡിഫറൻസ് ആണത്. സോ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു act and react. Moreover, when you express your feelings, express your views etc., നമ്മൾ അതിൻ്റെ അകത്ത് അഗ്രസീവ് ആകേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ബി വെരി അസർട്ടീവ്. നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈവൻ യു നീഡ് നോട്ട് മേ ബി യു മേ അറ്റ് ടൈംസ് ഷൗട്ട് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല, ശാന്തമായിട്ട് പറഞ്ഞാൽ മതി ഇത് ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെൻ യു ക്രിട്ടിസൈസ് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും വളരെ അസർട്ടീവ് ആയിട്ട് പറയുമ്പോൾ വെൻ യു ആർ വെരി അസർട്ടീവ് ആൻഡ് ഫേം ഇൻ യുവർ ടോൺ and very firm in your words, you need not be aggressive. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഇമോഷണൽ ആകേണ്ട ആവശ്യമില്ല ഒരിടത്തും പല കേസുകളിലും. അസർട്ടീവ് ആൻസർ തീർച്ചയായിട്ടും നമ്മൾ സാധിക്കും. ഓക്കെ, എനിബഡി നമ്മളൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സ് ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്? People from different cultures coming into one place. That's a good question. This is when I first went to Kuala Lumpur for taking classes. Kuala Lumpur Barjah University ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി 3 ആഴ്ച അവിടെ സ്റ്റേ ചെയ്യണം. I went to classes. 3 ക്ലാസ്സിൽ ആയിട്ടാണ് എനിക്ക് സെഷൻസ് ഇട്ടിരിക്കുന്നത്. ഞാൻ അവിടെ ആദ്യം കയറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ കുഡ് സി പീപ്പിൾ കമ്മിങ് ഇൻ വെറൈറ്റി ഓഫ് ഡ്രസ്സസ്. ഒരു നിക്കറിന്റെ സൈസ് പോലും ഇല്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പെൺകുട്ടികളും അതൊക്കെ വന്ന് അവിടെ ഇരിക്കണം. ഞാനപ്പോൾ ഐ വാസ് ലിറ്റിൽ ബിറ്റ് ഒരു സ്വല്പം ഒന്ന് ഞാനൊന്ന് പകച്ചുപോയി, കാരണം ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ വ്യത്യാസമുണ്ട്. Then I noticed that students from Indian community is totally different from students from Malaysian community. I've taken classes in Indonesia, classes in Dubai. പലയിടത്തൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിൽ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, നോട്ട് ഇൻക്ലൂഡിങ് മലയാളീസ് അല്ലാത്ത ആൾക്കാർ. നമ്മൾ പല രീതിയിൽ നമ്മൾ പല വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുൻപ് വി നീഡ് ടു ഡു ലോട്ട് ഓഫ് ഹോംവർക്ക്. കാരണം നമ്മളുടെ ഇംഗ്ലീഷിന്റെ ആക്സെന്റും നമ്മളുടെ ഇംഗ്ലീഷിന്റെ ടോൺ വരെ അവർ ഉപയോഗിക്കുന്നത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. മാത്രമല്ല ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ ഈവൻ ബോഡി ലാംഗ്വേജിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ തലയാട്ടുന്ന പോലെ അല്ല അവർ തലയാട്ടുന്നത്. നമ്മൾ യെസ് പറയുന്നത് ചിലപ്പോൾ അവർ നോ പറയുന്നതായിട്ട് ചിലപ്പോൾ കണക്കൂട്ട് എന്ന് പറഞ്ഞ പോലെ. സോ ദി കൈൻഡ് ഓഫ് ബോഡി ലാംഗ്വേജ് വിച്ച് യു യൂസ്, അത് ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ആ ഓരോ കൺട്രി ടു കൺട്രി ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസസ്. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു രാജ്യത്ത് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ ആ കൺട്രിയിലെ ആ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസും അതുപോലെ അവരുമായിട്ട് നമ്മൾ വിളിക്കുന്ന ആളാരാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് സ്റ്റഡി ചെയ്തില്ലെങ്കിൽ പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിൽ പലപ്പോഴും അബദ്ധം പറ്റും. ദ ഇംഗ്ലീഷ് വേർഡ്സ് വിച്ച് വി യൂസ് മേ നോട്ട് ബി ദാറ്റ് മച്ച് വെരി ഡേഞ്ചറസ്, ബട്ട് ദ ബോഡി ലാംഗ്വേജ് വിച്ച് യു യൂസ് വിൽ ബി ഹൈലി ഡെട്രിമെന്റൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എൻഡേഞ്ചറിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇവിടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പല രീതിയിലും UN-ലൊക്കെ പോയി സംസാരിച്ചിട്ടുള്ള ജിജി സാറിനും അതുപോലുള്ള ബാക്കി ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, they know it. I think I invite others also to add on to this. അതിനകത്തും സാംസൺ സാർ പറഞ്ഞിരിക്കുന്ന ആ ഒരൊറ്റ പോയിന്റ്, ആ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും അത് തന്നെയാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ്, ബിക്കോസ് ദേ ന്യൂ നമ്മുടെ ആക്സെന്റ് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക്, കാരണം നമ്മുടെ ആക്സെന്റും നമ്മുടെ ലാംഗ്വേജും അവർ അക്സെപ്റ്റ് ചെയ്യും. അവരുടെ എല്ലാം ഡിഫറെന്റ് ആണ്, കാരണം അവരെ ആരുടെയും ഒരേ ടൈപ്പ് അല്ല, യൂണിഫോമിറ്റി ഇല്ല, എല്ലാവരുടെയും ഡിഫറെന്റ് ആണ്, പ്രത്യേകിച്ച് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫറെന്റ് ആവുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, അവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ടി വിയിൽ ന്യൂസ് റീഡേഴ്സ് സംസാരിക്കുന്ന പോലെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ന്യൂസ് റീഡേഴ്സ് സംസാരിക്കുന്ന പോലെയാണ് സാധാരണ നമ്മൾ സംസാരിക്കാറ്. വി നെവർ യൂസ് ടു ഈ ഒരുവിധ ആക്ഷൻസും ബോഡി ലാംഗ്വേജ് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്താൽ 90% ഈസ് എക്സലന്റ്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതുവരെ ജസ്റ്റ് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നില്ല, ഇതേ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല. TV ന്യൂസ് വായിക്കുന്ന പോലെ ആയിരിക്കണം. നമ്മൾ പ്രസംഗ പീഠത്തിൽ കയറി നിന്ന് നമ്മളിപ്പോൾ സ്പീച്ച് നടത്തുകയാണെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കണം. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് മുമ്പ് വേറെ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യുഎനിലൊക്കെ പോയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം അതാണ്. എനിക്ക് മുമ്പുള്ള സ്പീക്കേഴ്സ് അവർ സംസാരിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അതേ രീതിയിൽ പോയി ഓഡിയത്തിൽ പോലും നമ്മളിങ്ങനെ ആ കൈ അങ്ങ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആ കൈ വെച്ച് നിന്ന് നമ്മളിങ്ങനെ നോക്കുന്നു, ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും ഇവിടുത്തെ പോലെ ഈ വിഗറസ് ആയിട്ടുള്ള ആക്ഷനോ മറ്റു സാധനങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ബോഡി ലാംഗ്വേജ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ശ്രദ്ധിക്കുക, കാരണം ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് അതിൽ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സാധാരണ സ്റ്റൈലിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ചെന്നു, മറ്റവരെല്ലാവരും മിനിസ്കേർട്ട് ഇട്ടാൽ വരുന്നതെന്ന് വെച്ച് കുഴപ്പമില്ല, ദേ വിൽ ആക്സെപ്റ്റ്. ടോൺസ്, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ്, അതായത് എങ്ങനെ ഡിസ്റ്റൻസ് കൂടുതൽ അടുത്തേക്കൊന്നും ചെല്ലാതെ നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്റിമേറ്റ് സോണിലേക്കൊക്കെ കയറി നമ്മൾ ചെല്ലരുത്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ ഇന്റിമേറ്റ് സോൺ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു സോണിലേക്ക് നമ്മൾ കയറി ചെല്ലും. അപ്പോൾ അത് നമ്മൾ സോൺ നമ്മൾ നോക്കണം. നമ്മൾ പല കൺട്രീസിലും അവർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് അവർക്ക്. പലപ്പോഴും ഇന്റിമേറ്റ് സോണിലേക്ക് വളരെ അടുത്തൊക്കെ ചെല്ലുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല. Anything else? I think Kuriakos sir അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ I think we can move to the next question. സൺ സർ, ഇതില് ബിബി ചോദിച്ച ചോദ്യത്തിലെ അതിലൊരു എന്താ പറയാ ട്രിക്കി സൈഡ് എന്താണെന്ന് വെച്ചാല് മൾട്ടിപ്പിൾ കൺട്രീസിൽ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഒരു കൺട്രിയിൽ പോയാൽ നമുക്ക് കുറച്ചൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ മലേഷ്യ പോവെങ്കിൽ, ഇല്ലെങ്കിൽ സിംഗപ്പൂർ പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ ജനറൽ കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചിട്ട് പോകാം. പക്ഷേ ഈ മൾട്ടിനാഷണൽ ആൾക്കാർ ഒരേ വേദിയിലേക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വേൾഡ് കോൺഗ്രസ്, JCയുടെ വേൾഡ് കോൺഗ്രസ്, അവിടെയൊക്കെ വരുമ്പോൾ പല ടൈപ്പിലുള്ള ആൾക്കാർ ഒരേ സമയത്ത് വരും. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ട്രിക്കി സൈഡ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആസ്പാക്ക് വേൾഡ് കോൺഗ്രസ് ഒന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ബോഡി ലാംഗ്വേജ് നമ്മൾ എടുക്കില്ല. കാരണം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈവൻ നമ്മൾ പോക്കറ്റിൽ കൈയിട്ട് കഴിഞ്ഞാൽ പോലും അതിന് പോലും അർത്ഥങ്ങൾ വേറെ ഉണ്ട്. കൈ ചുരുട്ടി പിടിച്ചാൽ അതിന് അർത്ഥങ്ങൾ വേറെ ഉണ്ട്. അത് പല സ്ഥലത്തും പലതാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്മൂത്ത് ആയിട്ട് പോവുക, ഒരു രീതിയിലുള്ള ആക്ഷൻസും കഴിയുന്നതും ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ വരെ ഒന്നും ചെയ്യാനില്ല. ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കളർ വരെ ചിലപ്പോൾ പ്രശ്നമാകും, മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ചില സമയത്ത് ഇന്റർനാഷണൽ പ്രോട്ടോകോളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, മറ്റു കൺട്രീസിൽ ചെല്ലുമ്പോൾ പിങ്ക് കളറിൽ ഷർട്ടൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഗോ ടു അതർ കൺട്രീസ് ഷുഡ് ബി വെരി കോഷ്യസ്. അല്ലെങ്കിൽ ബിബു ഇല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പോലെ ആവണം. അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂ. അവിടെ ചെന്ന് ഒന്നും നോക്കിയില്ല, പുള്ളിയുടെ കണ്ടന്റ് കൊണ്ട് പുള്ളി ആൾക്കാരെ പിടിച്ചിരുത്തി. അവിടെ ആൾക്ക് ഒന്നും അറിഞ്ഞിട്ട് പോയതല്ല, അത് വേറെ സ്റ്റഫാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും കുഴപ്പമില്ല. But I must tell you one thing, international community accepts you a lot. നമ്മളവിടെ സ്പീക്കർ ആയിട്ട് ചെന്ന് കഴിയുമ്പം ഈവൻ നമ്മൾ ബോഡി ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അത് അവർ ഒത്തിരി തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ കുറച്ച് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവർക്ക് പ്രോട്ടോകോൾ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, ഒന്ന് പങ്ക്ച്വാലിറ്റി, രണ്ടാമത് ഒരു സ്പീക്കർ സംസാരിക്കുന്നതിനിടയിൽ വേറൊരാൾ കയറി നമ്മൾ ഇവിടുത്തെ മീറ്റിംഗിൽ അലമ്പാക്കുന്ന പോലെ സംസാരിക്കാം. ഇങ്ങനെയുള്ള പ്രോട്ടോകോളിലൊന്നും ഒരു കാരണവശാലും അവർ ഒരു കോംപ്രമൈസും കണ്ട. സമയത്ത് മീറ്റിംഗ് തുടങ്ങും. ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് ദ ഡെഡ്ലൈൻസ് I was writing to UN. നമ്മളൊരു സമയത്ത് മെയിൽ അയക്കാന്ന് പറഞ്ഞാൽ ആ മെയിൽ ചെന്നില്ലെങ്കിൽ ഉടനെ തന്നെ അവർ വളരെ റൂഡായിട്ട് തിരിച്ച് മെയിൽ അയക്കും. Why you are not responding? So writing mails, deadlines are very very important. Deadline നമ്മൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഹൈലി അൺപ്രൊഫഷണൽ എന്നുള്ള ഒരു റീഡിംഗ് അവിടെ വരും. അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സമയത്ത് നമ്മൾ മീറ്റിംഗ് ചെല്ലണം, സമയത്തിന് 5 മിനിറ്റ് മുമ്പ് നമ്മൾ ചെല്ലണം. അങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ഒക്കെ അവിടെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഈവൻ when you speak, it may not be much, they may not bother you much. Okay, ജോൺ സാറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ജോൺ he has to leave for an urgent duty. So yes, നമുക്ക് if further questions ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, സീരിയസ് questions ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ shall we? Okay, we can wind up. നമുക്ക് തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പാർട്ടിസിപ്പൻസ് ഒരാളെ അല്ലേ? പാർട്ടിസിപ്പൻസ് ആരെങ്കിലും anybody can initiate അല്ലേ സാറേ? ആരെങ്കിലും ഒരാള് ജംപ്.
catch and grab. വോട്ട് ഓഫ് താങ്ക്സ് ആണ് പാർട്ടിസിപ്പൻസ്. ആരെങ്കിലും ഒരാള്? Yes, Rajmohan. Rajmohan has raised a hand. Okay. Yeah, good afternoon, sir. First of all, I'm very much thankful to our main chairman who has conducted the meeting. And second comes to the mentor who was actually the main speaker, who has actually taken so much painful efforts to explain each and every wordings, every angles of effective communication regarding the communication. And the other major office bearers, and I'm very much thankful to all the members who has participated well in a coordinated matter without any disturbance also. That itself shows the effective communication was effective. So I'm thanking from the bottom of our hands to each and